നമസ്കാരം, ന്യൂസ് നൈറ്റിലേക്ക് സ്വാഗതം. CBSE ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ മുഖ്യ സൂത്രധാരൻ ദില്ലിയിൽ പിടിയിലായി. ദില്ലിയിലെ രാജേന്ദ്ര നഗറിലെ വിദ്യാ ട്യൂഷൻ സെന്റർ ഉടമ വിക്കിയാണ് അറസ്റ്റിലായത്. ഇയാളുടെ ട്യൂഷൻ സെന്ററിൽ ചോദ്യപേപ്പർ ചോർന്ന കണക്ക് ഇക്കണോമിക്സ് വിഷയങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് ട്യൂഷൻ ലഭിച്ചിരുന്നു. അന്വേഷണത്തിന്റെ ഭാഗമായി ഹരിയാനയിലും ദില്ലിയിലും അന്വേഷണ സംഘം റെയ്ഡ് നടത്തി. അതിനിടെ രാജ്യത്തിന്റെ കാവൽക്കാരൻ ദുർബലനായതുകൊണ്ടാണ് ചോർച്ച നടക്കുന്നതെന്ന് നരേന്ദ്രമോദിയെ പരിഹസിച്ച് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി രംഗത്തെത്തി. CBSE ചോദ്യപേപ്പർ ചോർന്ന സംഭവത്തിലെ മുഖ്യ സൂത്രധാരനെന്ന് സംശയിക്കുന്നയാളെ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തു. ദില്ലി രാജേന്ദ്ര നഗറിലെ പരിശീലന കേന്ദ്രമുടമ വിക്കിയാണ് കസ്റ്റഡിയിലായത്. ഇയാളുടെ പരിശീലന കേന്ദ്രത്തിൽ 10ാം ക്ലാസ് കണക്ക് പരീക്ഷയുടെയും 12ാം ക്ലാസ് എക്കണോമിക്സ് പരീക്ഷയുടെയും ചോദ്യങ്ങൾ വിശകലനം ചെയ്തുവെന്നുള്ള രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ സംഘം ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. വിദ്യാർത്ഥികളടക്കമുള്ള 25ഓളം പേരെ നേരത്തെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു. കൂടാതെ ദില്ലിയിലെയും ഹരിയാനയിലെയും വിവിധ കേന്ദ്രങ്ങളിൽ പോലീസ് പരിശോധന നടത്തിയിരുന്നു. വാട്സാപ്പ് ഗ്രൂപ്പുകൾ വഴിയാണ് ചോദ്യപേപ്പറുകൾ പ്രചരിച്ചത്. അതേസമയം 10ാം ക്ലാസ് സോഷ്യൽ സ്റ്റഡീസ്, 12ാം ക്ലാസ് ബയോളജി പേപ്പറുകളും ചോർന്നതായി ആരോപണമുയർന്നിട്ടുണ്ട്. എന്നാൽ ഈ വിഷയങ്ങളെ സംബന്ധിച്ച് CBSE ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. ചോദ്യപേപ്പറുകൾ ചോർന്നുവെന്ന് ബോധ്യമായ സാഹചര്യത്തിൽ 10ാം ക്ലാസ് കണക്ക് പരീക്ഷയും 12ാം ക്ലാസ് എക്കണോമിക്സ് പരീക്ഷയും CBSE റദ്ദു ചെയ്തിരുന്നു. ഈ രണ്ട് പരീക്ഷകളും വീണ്ടും നടത്തുമെന്നും പുതിയ പരീക്ഷാ തീയതി ഞായറാഴ്ചക്കകം പ്രഖ്യാപിക്കുമെന്നും CBSE അറിയിച്ചിട്ടുണ്ട്. ചോദ്യപേപ്പർ ചോർന്ന പശ്ചാത്തലത്തിൽ ചില രക്ഷിതാക്കളും അധ്യാപകരും ദില്ലി ഹൈക്കോടതിയെ സമീപിക്കാനിരിക്കെയാണ് പരീക്ഷ റദ്ദാക്കിയതായി CBSE അറിയിച്ചത്. നേരത്തെ 12ാം ക്ലാസ്സിലെ അക്കൗണ്ടൻസി ചോദ്യപേപ്പർ ചോർന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നെങ്കിലും അതിൽ വാസ്തവമില്ലെന്നായിരുന്നു CBSEയുടെ പ്രതികരണം. അതേസമയം സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പരിഹസിച്ച് രാഹുൽ ഗാന്ധി രംഗത്തു വന്നു. രാജ്യത്ത് എല്ലാ കാര്യങ്ങളിലും ചോർച്ചയാണെന്നും രാജ്യത്തിന്റെ കാവൽക്കാരൻ ദുർബലനായതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്നും രാഹുൽ ഗാന്ധി തന്റെ ട്വിറ്റർ സന്ദേശത്തിൽ പറയുന്നു. പരീക്ഷ റദ്ദാക്കിയതോടെ ഏറെ ആശങ്കയിലായ കുട്ടികളും രക്ഷകർത്താക്കളും പുതുക്കിയ പരീക്ഷാ തീയതിയുടെ പ്രഖ്യാപനത്തിനായി കാത്തിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ഹാരിസ്, CBSE മാനേജ്മെന്റ് അസോസിയേഷൻ കോർ കമ്മിറ്റി അംഗം, പ്രൊഫസർ ഫ്രാൻസിസ് കൊച്ചിയിലെ നിന്നും സേവ് എഡ്യൂക്കേഷൻ കമ്മിറ്റിയുടെ പ്രതിനിധി ലാൽകുമാർ, പ്രൊഫസർ ശശികുമാർ തുടങ്ങി വിദ്യാഭ്യാസ മേഖലയിലുള്ള വിവിധ വിദഗ്ധരെയും ഞങ്ങൾ ഈ ചർച്ചയിൽ പ്രതീക്ഷിക്കുന്നു. ആദ്യം ശ്രീ ഫ്രാൻസിസ്, എത്രത്തോളം ഗൗരവമുള്ളതാണ് ഇപ്പോഴുണ്ടായിട്ടുള്ള ചോദ്യപേപ്പർ ചോർച്ച? ഫ്രാൻസിസ്, താങ്കൾക്ക് കേൾക്കാമോ? ഓഡിയോ ബ്രേക്ക് ആകുന്നുണ്ട്. ഓഡിയോ ബ്രേക്ക് ആകുന്നുണ്ട്. ചെറിയ ചോദ്യമാണ്. എത്രത്തോളം ഗൗരവമുള്ളതാണ് ഈ ചോർച്ച? ഇത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. കുട്ടികളുടെ ഭാവിയെ വളരെ ഗുരുതരമായി ബാധിക്കുന്ന ഒരു വിഷയമാണ്. ഏകദേശം 28 ലക്ഷം കുട്ടികളുടെ ഭാവിയെ സംബന്ധിച്ചുള്ള വിഷയമാണ്. അപ്പം ഇത് കാണിക്കുന്നത് ഈ ഗവൺമെന്റിന്റെ ഒരു നിലപാടിനെ സംബന്ധിച്ചാണ്. വിദ്യാഭ്യാസം പോലെ വളരെ പരമപ്രധാനമായ ഒരു വിഷയത്തിൽ ഗവൺമെന്റ് എടുക്കുന്ന വളരെ മോശമായൊരു സമീപനത്തിന്റെ ഒരു നല്ലൊരു ഉദാഹരണമാണ് ഇത്. ഏറ്റവും ഒടുവിലത്താണ്. നിരവധി സംഭവങ്ങൾ ഈ സർക്കാർ വന്നതിന് ശേഷം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ സംഭവം ഉണ്ടായപ്പോഴും, എൻ്റെ ആദ്യത്തെ ഇൻസിഡന്റ് ഉണ്ടായപ്പോഴും അതിനെ സംബന്ധിച്ച് ഗവൺമെന്റിന്റെ നിലപാടെന്ന് അങ്ങനെ ഒരു ലീക്ക് സംഭവിച്ചിട്ടില്ല, അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ പുറത്തു പോയിട്ടില്ല, തെറ്റിദ്ധാരണ മാത്രമാണെന്നുള്ളത്. അപ്പം എന്തെങ്കിലും വിമർശനങ്ങൾ ഉന്നയിക്കുന്നവരെ അടിച്ചൊതുക്കാനും നിശബ്ദരാക്കുവാനും ആണുള്ള ശ്രമമാണ്. അതല്ലാതെ അവർ പറയുന്നത് എന്താണെന്ന് പരിശോധിച്ച് അതിനെ അന്വേഷണം നടത്തുകയാണ് വേണ്ടത്. സത്യത്തിൽ നേരത്തെ മാർച്ച് 15-ാം തീയതി നടന്ന പരീക്ഷയിൽ ലീക്ക് ഉണ്ടായത് ആയിട്ട് ഡൽഹിയിലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു മിനിസ്റ്റർ തന്നെയാണ് പറഞ്ഞത്. അത് അന്വേഷിക്കുന്നതിന് പകരം വീണ്ടും പരീക്ഷകളുമായി മുന്നോട്ട് പോവുകയും ഇപ്പോൾ ഇത് ഏകദേശം 30 ലക്ഷം കുട്ടികളെ ബാധിക്കുന്ന ഒരു വിഷയമായി മാറിയിരിക്കുകയാണ്. അപ്പം ഇത് ഗവൺമെന്റിന്റെ ഒരു സമീപനത്തിന്റെ വിഷയമാണ്. ഇത് കേവലം ഒരു 1-2 ഉദ്യോഗസ്ഥരുടെയോ അല്ലെ ഏതെങ്കിലും പ്രിൻസിപ്പൽമാരുടെയോ തലയെ കെട്ടിവെച്ച് സർക്കാരിന് ഒഴിയാൻ പറ്റത്തില്ല. ഒരു CBSE ബോർഡ് എക്സാമിനേഷൻ എത്ര ഗൗരവത്തോടെ നടത്തേണ്ട ഒരു
ഏർപ്പാടാണ്. അത് ചെയ്യുന്നതിന് പകരം വളരെ ലളിതമായ രീതിയിൽ അത് ഹാൻഡിൽ ചെയ്യണം. ശരി, അതാണ് പ്രാഥമികമായി ഈ വിഷയത്തിൽ താങ്കൾക്ക് പറയാനുള്ളത്. ശ്രീ ലാൽകുമാർ, ഇവിടെ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ 17 ലക്ഷം 10ാം ക്ലാസ് വിദ്യാർത്ഥികൾ, 12ാം ക്ലാസ് വിദ്യാർത്ഥികൾ വേറെ, കുട്ടികളിപ്പോൾ സമര രംഗത്താണ്, ജന്തർ മന്ദറിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 പരീക്ഷ മാത്രം റദ്ദ് ചെയ്താൽ പോരാ, അങ്ങനെയാണെങ്കിൽ മുഴുവൻ പരീക്ഷകളും റദ്ദ് ചെയ്യണം, പുതിയ പരീക്ഷ നടത്തണം എന്നാണ് അവരുടെ ആവശ്യം. അല്ലാതെ പരീക്ഷ റദ്ദ് ചെയ്യാനേ പാടില്ല എന്നുള്ളതല്ല. പ്രത്യേകിച്ച് കണക്ക് പരീക്ഷയാണ് റദ്ദ് ചെയ്തിട്ടുള്ളത് എന്നതുകൊണ്ട് സമ്മർദ്ദം ഇപ്പോഴൊരു മാനസിക ആഘാതമായി മാറിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് CBSE പോലൊരു സിസ്റ്റത്തിൽ ഇത്രയധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന, ഇത്രയും കരുതലോടുകൂടി നിർമ്മിച്ചെടുത്ത ഒരു സംവിധാനത്തിൽ ഒരു ട്യൂഷൻ സെൻറ്റർ നടത്തിപ്പുകാരന് അതിൽ കടന്നു ചെന്ന് ചോദ്യപേപ്പർ മോഷ്ടിച്ചെടുക്കാൻ കഴിയുന്നത്? അങ്ങനെ ചോദ്യപേപ്പർ മോഷ്ടിച്ചെടുത്ത് വാട്സാപ്പിലൂടെ പ്രചരിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ഈ കുട്ടികൾ പറയുന്നത് പോലെ ഈ 2 പരീക്ഷകൾ മാത്രമാണ് എന്ന് നമുക്ക് വിശ്വസിക്കാനാകുമോ? യഥാർത്ഥത്തിൽ ഈ ലീക്കായതാണോ പ്രശ്നം? അപ്പോൾ അതിൽ രൂഢമൂലമായ അഴിമതി നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ഉറപ്പായിട്ടും ലീക്കായത് നമ്മൾ അറിഞ്ഞു എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. കാര്യം ഇത് നേരത്തെ നടത്തിയ പരീക്ഷകൾ ഏതെങ്കിലും ലീക്കായിരുന്നോ എന്നുള്ളത് നമുക്കറിയില്ല. കാര്യം എല്ലാ പരീക്ഷകളും ലീക്ക് ആണോ അല്ലയോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. അത് നമ്മൾ സൂക്ഷ്മമായി പരിശോധിക്കേണ്ട ഒരു വിഷയമാണ്. പക്ഷേ എനിക്ക് പറയാനുള്ള ഇതിനകത്തൊരു കാര്യം, 2013 ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സ്ലോഗനുകളിലൊന്ന് 2013 മോഡി സർക്കാർ വരികയും ഗുഡ് ഗവേണൻസ്, ഇത്രയും നാൾ നിലനിന്നിരുന്ന ബാഡ് ഗവേണൻസ് മാറ്റി ഈ ഭാരതത്തെ ഒരു പുതിയ സ്ട്രക്ചറിലേക്ക്, ഡെമോക്രാറ്റിക് സിസ്റ്റത്തിലേക്ക് കൊണ്ടുപോകാൻ പോകുന്നു എന്ന് പറഞ്ഞ ഒരു മോഡിയാണ് നമ്മൾ കണ്ടത്. ഗുജറാത്തിന്റെ പുത്രനിതാ വരുന്നു, ഇവിടുത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു ഒറ്റമൂലി എന്ന് പറഞ്ഞ് നമ്മൾ കേട്ടതാണ്. പക്ഷേ ഇദ്ദേഹത്തിന്റെ കീഴിൽ തന്നെ ഇപ്പം നമ്മൾ ഏതൊക്കെ വിഷയങ്ങളിലാണ് ഈ സ്കാമോ അല്ലെങ്കിൽ ലീക്കുകളോ കാണുന്നത്? SSCയുടെ പരീക്ഷാ ചോദ്യപേപ്പറിൽ ലീക്ക് കണ്ടു, ഇലക്ഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് നേരത്തെ ലീക്ക് കണ്ടു, ഇപ്പം CBSE ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ലീക്ക് കണ്ടു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ എല്ലാം ബയോമെട്രിക് ഡീറ്റെയിൽസ് എല്ലാം കൂടെ കയ്യിൽ വെച്ചിരിക്കുന്ന ഒരു ആധാർ ഇവരുടെയിലെല്ലാം കയ്യിലിരിപ്പുണ്ട്. ഇത് സുരക്ഷിതമായിട്ടിരിക്കുന്നത് എങ്ങനെ അറിയുന്നത്? ഇത് CBSE ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമല്ല, ഇതൊരു സിസ്റ്റമിക് ഗ്ലിച്ചാണ്. ആ ഗ്ലിച്ചിനെ പരിഹരിക്കാൻ ഇവിടുത്തെ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. ഇത് സാധാരണ ഇപ്പം സ്റ്റുഡൻസിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, സിസ്റ്റത്തിന് ഒരു ഫെയിലിയർ ഉണ്ടായി കഴിയുമ്പം ഇത് എല്ലാ മേഖലകളിലും സംഭവിക്കാൻ പറ്റുന്നതാണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇതിനെ എങ്ങനെ ഇവർ അഡ്രസ്സ് ചെയ്യും? ഗുഡ് ഗവേണൻസ് എന്ന് പറയുന്നതല്ലാതെ എന്തെങ്കിലും കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടോ? ഒന്നും നടക്കുന്നില്ല. ഒരു കാര്യം കൂടെ ആഡ് ചെയ്തോട്ടെ. CBSE പരീക്ഷ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഏത് പരീക്ഷ തന്നെ ആകട്ടെ, 10ാം ക്ലാസ്സിലെ പരീക്ഷ എന്ന് പറഞ്ഞ ഒരു കുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആദ്യം നമ്മൾ നേരിടുന്നത് ആദ്യത്തെ പരീക്ഷ, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പരീക്ഷ എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ്സിലെ പരീക്ഷ, അത് കഴിഞ്ഞ് 12ാം ക്ലാസ്സിലെ പരീക്ഷ. ഈ കുട്ടികൾ 2 പേര് അല്ലെങ്കിൽ ഈ 2 പരീക്ഷകളിൽ നേരിടുന്ന അത്രയും ഉത്സാഹത്തോടു കൂടിയും അത്രയും പ്രതീക്ഷയോടും കൂടിയാണ്. ഇത് നമ്മൾ കുറച്ച് ഈ സിസ്റ്റത്തിനെ കുറിച്ച് എന്താണ് ഈ വരാനുള്ള ഈ ഭാവി വാഗ്ദാനങ്ങൾക്ക് ചിന്തിക്കാനുണ്ടാകുക? ഈ ജനാധിപത്യ സിസ്റ്റം മോശമാകുകയും ഇവിടുത്തെ ഗവേണിംഗ് സിസ്റ്റം മൊത്തം ഫെയിലിയർ ആകുന്നല്ലേ വിചാരിക്കുക? അപ്പം ഭാവിയിൽ എന്താ സംഭവിക്കാൻ പോകുന്നത് വെച്ചാൽ ഈ കുട്ടികൾക്ക് ഈ സിസ്റ്റത്തോട് കോൺഫിഡൻസ് ഇല്ലാതായി മാറും. 2020 കൂടി ഏതാണ്ട് 20% ഇന്ത്യയിലെ ജനത സ്കൂളുകളിലായിരിക്കും എന്നുള്ളതാണ് നമ്മുടെ പൊതുവെയുള്ള കണക്ക്. അവർക്ക് കോൺഫിഡൻസ് ഇല്ലാതെ, അവർക്ക് ഈ സിസ്റ്റത്തിൽ വിശ്വാസമില്ലാത്ത ഒരു കൂട്ടരാണ് വരുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നു ജനാധിപത്യത്തിൻ്റെയും ഈ രാജ്യത്തിൻ്റെയും സുനിശ്ചിതമായ ഭാവിക്ക് ഒരു വലിയ പ്രശ്നമാകുമെന്ന് എനിക്ക് തോന്നുന്നു. ശരി, ഞാൻ മടങ്ങിയെത്താം. പ്രൊഫസർ ശശികുമാർ, 10ാം ക്ലാസ്സിലെ പഠിക്കുന്ന കുട്ടി ഇപ്പോൾ ശ്രീ ലാൽകുമാർ ചൂണ്ടിക്കാണിച്ചതുപോലെ 12 വർഷം സ്കൂളിൽ സത്യസന്ധത, കഠിനാധ്വാനം, അതിലൂടെ മാത്രമേ വിജയത്തിലെത്താൻ കഴിയൂ എന്നാണ് പഠിക്കുന്നത്. ഒടുവിൽ അവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ ബോർഡ് എക്സാം വരുമ്പോൾ തന്നെ തലപ്പത്തുള്ള അഴിമതി കൊണ്ട് അവൻ അല്ലെങ്കിൽ അവൾക്ക് ഈ പറയുന്ന വിഷയങ്ങളെല്ലാം അനുഭവിക്കേണ്ടി വരികയാണ്. വിദ്യാർത്ഥികൾക്ക്, രക്ഷിതാക്കൾക്ക് ധാർമ്മിക രോഷം എത്ര കണ്ടുണ്ടാകുമെന്ന് നമ്മളിപ്പോൾ ഓരോ നിമിഷവും ഇങ്ങനെ അനുഭവിച്ച് മുന്നോട്ട് പോവുകയാണ്. ഇതിൻ്റെ ഒരു CBSE എന്ന് പറയുന്ന, നേരത്തെ ശ്രീ ലാൽകുമാറിനോട് ചോദിച്ച ചോദ്യം തന്നെ, CBSE എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിൽ ഒരു ട്യൂഷൻ സെൻറ്റർ നടത്തുന്നയാൾക്ക് കടന്നു കയറാൻ കഴിയുന്നുണ്ട് എങ്കിൽ ഈ പറയുന്ന ഹാൻഡ് റിട്ടൺ ആയിട്ടുള്ള പേജ് വാട്സാപ്പ് ആയി ദില്ലിയിൽ അങ്ങനെ അങ്ങ് പ്രചരിക്കുന്നുണ്ട് എങ്കിൽ ഈ ജന്തർ മന്ദറിൽ സംഘടിച്ച വിദ്യാർത്ഥികൾ പറയുന്നത് പോലെ ഇത് 1-2 പാഠ്യ വിഷയങ്ങളിലുള്ള പരീക്ഷ മാത്രമായിരിക്കുമോ ചോർന്നിട്ടുണ്ടാവുക?
അതോ ഈ ചോർച്ച നിശ്ചിത ആളുകളിൽ മാത്രം എത്തിക്കാനുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ വാട്സാപ്പ് സന്ദേശങ്ങൾ അയച്ചിട്ടുള്ളത് എങ്കിൽ അത് ലീക്കായി പോയി കൂടുതൽ ഇടങ്ങളിലേക്ക് എത്തിയത് ആണ് എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇത്രയും ശക്തമായ സംരക്ഷണത്തിൽ കഴിയുന്ന, ഇത്രയും കൃത്യമായ രീതിയിൽ ആസൂത്രണം ചെയ്യുന്ന ഒരു സംവിധാനത്തിൽ ഇത്രയും വലിയ പാളിച്ച ഉണ്ടാകുമെന്ന് നമുക്ക് അനുമാനിക്കാൻ കഴിയുമോ? 2018 തന്നെ നമുക്കറിയാം CBSE പരീക്ഷയിൽ വലിയ ക്രമക്കേടുണ്ടായിരുന്നു. അങ്ങനെയാണ്, മാത്രമല്ല സമ്മർദ്ദം ഒഴിവാക്കുന്നതിന് വേണ്ടി ഈ ബോർഡ് എക്സാമിൻ്റെ രീതി തന്നെ മാറ്റിയിരുന്നു. ഇതിനെല്ലാം ശേഷം 10 ലക്ഷം പേരാണ് ഇതിൻ്റെ ശക്തമായിട്ടുള്ള നടപടികൾ വരുത്തിയതിലൂടെ ഒഴിഞ്ഞുപോയിട്ടുള്ളത്, വിദ്യാലയങ്ങളിൽ നിന്നും പരീക്ഷ എഴുതുന്നതിൽ നിന്നും. എന്നിട്ടും ഇങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് വലിയ പ്രശ്നമില്ല. ആ പ്രശ്നം എന്താണ് എന്ന് കണ്ടുപിടിക്കേണ്ടത് അനിവാര്യമല്ലേ? CBSE എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്ത്യയിൽ ഒട്ടാകെയായിട്ട് 17,093 സ്കൂളുകളാണ് CBSE ഉള്ളത്. കേരളത്തിൽ മാത്രമായിട്ട് 1249. അപ്പം കേരളത്തിൽ പരീക്ഷ എഴുതുന്നത് ക്ലാസ് 10-ന് 72,482 കുട്ടികളാണ് പരീക്ഷ എഴുതുന്നത്. 12ാം ക്ലാസ്സിലാണെങ്കിൽ 38,568. അപ്പോൾ ഇത്രയും കുട്ടികൾ അഖില ഇന്ത്യ അടിസ്ഥാനത്തിൽ പരീക്ഷ എഴുതുന്ന സംവിധാനത്തിൽ പല ഒരു ചെയിനകത്ത് കുറേയേറെ കണ്ണുകളുണ്ട്. ഈ ചെയിൻ്റെ ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കണ്ണുകളുടെയും സുതാര്യതയാണ്. എവിടെയെങ്കിലും കണ്ണുകളിൽ ഒരു കണ്ണി മോശമായി കഴിഞ്ഞാൽ ഈ സിസ്റ്റം ആസ് എ ഹോൾ കുഴപ്പത്തിലാവും. അതിനെ ഇന്ത്യ ഭരിക്കുന്ന ഒരു ഭരണാധികാരിക്കെതിരായിട്ടോ അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടോ കാണാതെ നമ്മുടെ വ്യക്തികൾ കാണിക്കുന്ന വഞ്ചനാപരമായ പ്രവൃത്തികളെ ആ രീതി കാണുകയാണ് വേണ്ടത്. ഇതിനകത്ത് രാഷ്ട്രീയം കണ്ടിട്ട് കാര്യമില്ല. തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കണം എന്നുള്ളതാണ് പഴയ ഗവൺമെൻറ് ആയാലും ഈ ഗവൺമെൻറ് ആയാലും ഉദ്ദേശിക്കുന്നത്. അന്നും ഇന്നും ഒക്കെ തന്നെ നമ്മുടെ സിസ്റ്റത്തിൽ തെറ്റുകൾ ചെയ്യുന്ന ആളുകൾ ഉണ്ട്. ഈ തെറ്റുകൾ ചെയ്യാൻ വേണ്ടി താല്പര്യമുള്ള ആളുകൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലമായിട്ടാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഇത്രയും വിദ്യാർത്ഥികൾ സങ്കടത്തിലായിരിക്കുന്നത്. 10 വർഷം പഠിച്ചു കഴിഞ്ഞിട്ട് പരീക്ഷ എഴുതിയിട്ട് ആഹ്ലാദത്തോടുകൂടി പോകുന്ന വിദ്യാർത്ഥികളോട് പറയുകയാണ്, പരീക്ഷ കടലാസ് ചോദിക്കുകയാണ്, വീണ്ടും പരീക്ഷ നടത്തണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിക്കുണ്ടാകുന്ന മാനസികാഘാതം വളരെ വലുതാണ്, സംശയമില്ല. അതിന് കാണേണ്ട കാര്യങ്ങൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ്? CBSE പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പർ വളരെ സുതാര്യമായ രീതിയിലാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ബാങ്കുകളുടെ ലോക്കറിൽ വെക്കുന്നു. രാവിലെ 9 മണിക്ക് ശേഷം മാത്രമേ എല്ലാ പരീക്ഷകളിലും അങ്ങനെ തന്നെയാണ്. ഞാൻ മടങ്ങിയെത്താം. പ്രൊഫസർ ശശികുമാർ, ശ്രീ KM ഹാരിസ്, കേരളത്തിൽ ഈ പരീക്ഷാ പേപ്പറുകൾ നേരത്തെ എത്തിയിരുന്നു? കേരളത്തിൽ ഈ പരീക്ഷാ പേപ്പറുകൾ ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും എത്തിയിരുന്നത് പോലെ തന്നെ CBSEയുടെ ഒരേ പാറ്റേണിൽ തന്നെയാണ് എത്തിയിട്ടുള്ളത്. ഈ വാട്സാപ്പ് സന്ദേശങ്ങൾ കേരളത്തിൽ എത്തിയതായി വല്ല ധാരണയുണ്ട്? യാതൊരുവിധ റിപ്പോർട്ടുകളുമില്ല. കേരള ദില്ലിയിൽ മാത്രമാണ് എന്നാണ് SIT പറയുന്നത്, പ്രത്യേക അന്വേഷണ സംഘം പറയുന്നത്. ഇപ്പോൾ നമുക്ക് കിട്ടുന്ന മെസ്സേജുകൾ അനുസരിച്ച് കേരളത്തിലോ അതല്ലെങ്കിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലൊന്നും ഇങ്ങനെയൊരു പ്രശ്നങ്ങളില്ല. ഇപ്പോൾ CBSEയുടെ തിരുവനന്തപുരം റീജിയണൽ കീഴിലുള്ള 1280 പരം സ്കൂളുകൾ കേരളത്തിലെ ഈ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്ത വിദ്യാർത്ഥികളുണ്ട്. അവിടെ ആർക്കും ഇങ്ങനെയൊരു പ്രശ്നങ്ങളും വിഷയങ്ങളുമില്ല. പക്ഷേ ഈ പ്രശ്നങ്ങൾ പറഞ്ഞു വരുമ്പോൾ ഓൾ ഇന്ത്യ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഞാനിതിനകത്ത് മനസ്സിലാക്കുന്നത് CBSE അടുത്ത കാലഘട്ടം വരെ വിവിധ റീജിയണലുകളുടെ കീഴിലാണ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഇഷ്യൂ ചെയ്തിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഏറ്റവും പുതുതായി നാഷണലൈസ് ഓൾ ഇന്ത്യ അടിസ്ഥാനത്തിൽ ഒറ്റ ക്വസ്റ്റ്യൻ പേപ്പർ വന്നതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു ആശങ്കയുള്ളത്. അപ്പോൾ വ്യക്തിപരമായും അതുപോലെ ഞങ്ങൾക്ക് സംഘടനാപരമായി ഞങ്ങൾക്ക് അതിനകത്ത് ഉള്ള റിക്വസ്റ്റ്, റീജിയൻ അടിസ്ഥാനത്തിലാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെങ്കിൽ തീർച്ചയായും കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ CBSEയുടെ ഏറ്റവും ട്രാൻസ്ഫർ റീജിയൻ അടിസ്ഥാനത്തിലാണല്ലോ, മേഖലാടിസ്ഥാനത്തിലാണല്ലോ ചോദ്യപേപ്പർ നിശ്ചയിച്ച് നൽകുന്നത്. ഒരുപക്ഷെ കണക്ക് പേപ്പർ ഡൽഹിയിൽ ഉള്ള ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ആയിരിക്കും കേരളത്തിലും ലഭിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ടാണ് ഇവിടുത്തെ പരീക്ഷയും റദ്ദ് ചെയ്യേണ്ടി വന്നത് എന്നാണോ മനസ്സിലാക്കേണ്ടത്? യെസ്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടത് ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ അസോസിയേഷനാണോ ഇത് കൈകാര്യം ചെയ്യുന്നത്? അല്ല, കേരളത്തിൽ CBSE മാനേജ്മെന്റ് അസോസിയേഷന് CBSE എക്സാമിനേഷനോ അല്ല പരീക്ഷാ നടത്തിപ്പുമായി യാതൊരു ബന്ധവുമില്ല. CBSEക്ക് ഓരോ റീജിയണലും തിരുവനന്തപുരത്ത് റീജിയണൽ ഓഫീസുണ്ട്. അതുപോലെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ വിവിധ റീജിയണൽ ഓഫീസുകളുടെ കീഴിലാണ് ഈ എക്സാമിനേഷൻസ് അതിന് വേണ്ടതായ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത്. ഒരുപക്ഷെ ലോകത്ത് തന്നെ ഏറ്റവും
അത്യുന്നതിയിലുള്ള ഏതാണ്ട് 4 കോടിയിലധികം വിദ്യാർത്ഥികൾ CBSE സെക്ടറിലുണ്ട്. ഇന്ത്യയിലെ കേരളത്തിൽ 1300ഓളം CBSE സ്കൂളുകളിൽ ഏതാണ്ട് 15 ലക്ഷത്തിൽ കണക്കിലേക്ക് പോകുന്നതിന് മുമ്പ് ശ്രീ ഹാരിസ്, പരീക്ഷാ ചോദ്യപേപ്പർ ലീക്കായി എന്ന് ഒരു ദിവസം മുൻപ് തന്നെ CBIക്ക് വ്യക്തമായിരുന്നു. അവർക്ക് ലഭിച്ച പരാതിയിലും അത് വ്യക്തമാണ്, അവർ പോലീസിൽ നൽകിയ പരാതിയിലും അത് വ്യക്തമാണ്. എന്നിട്ട് പോലും കണക്ക് പരീക്ഷ നടത്തി, എക്കണോമിക്സ് പരീക്ഷ നടത്തി. അതിൽ വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കാരണം ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസ നിലവാരത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ബോർഡാണ് CBSE. അതിൻ്റെ ട്രാൻസ്പറൻസി തീർച്ചയായും CBSE നിലനിർത്തുമെന്ന് തന്നെയാണ് CBSE മാനേജ്മെൻറ്റ് അസോസിയേഷൻ്റെ ഭാരവാഹി എന്നുള്ള നിലയിൽ ഞങ്ങൾ അത് തീർച്ചയായും ആ രീതിയിൽ തന്നെയാണ് ഞങ്ങൾ അതിനെ മനസ്സിലാക്കിയിട്ടുള്ളത്. മുൻ വർഷങ്ങളിലും ഇതുപോലെ പല CBSEയുടെ എക്സാമിനേഷൻ ചോർന്നതിനെക്കുറിച്ചൊക്കെ പല വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും പിന്നീട് അത് അന്വേഷണത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലേക്ക് എത്തിയപ്പോൾ അതെല്ലാം വളരെ ലഘുവായി പോകുന്ന രീതിയിലുള്ള കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതും ഇതുപോലെ തന്നെ പല പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, CBSEക്കെതിരെ വലിയ ഗൂഢാലോചനകൾ നടക്കുന്നൊരു കാലഘട്ടമാണിത്, CBSE വിദ്യാഭ്യാസ സമ്പ്രദായത്തിനെതിരെ. അപ്പോൾ അത് നിങ്ങളുടെ സംഘടനാപരമായ വിഷയം, നമുക്ക് അതിലേക്ക് വരാം. ശ്രീ ഫ്രാൻസിസ്, നമുക്കറിയാം ഉത്തരേന്ത്യയിൽ പ്രത്യേകിച്ച് ഈ പരീക്ഷകളെല്ലാം തന്നെയും ഏതെങ്കിലും വിധത്തിൽ അത് കൈകാര്യം ചെയ്യാൻ അറിയുന്ന വലിയ മാഫിയകളുണ്ട്. ബീഹാറിലെ പരീക്ഷ നടക്കുന്ന ബോർഡ് എക്സാം നടക്കുന്ന സമയത്ത് അവിടുത്തെ സ്കൂളിൻ്റെ പരിസരവും എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് ഇപ്പോഴും ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ മനസ്സിലാവും. അതേ തുടർന്ന് ചില പരിഷ്കാരങ്ങൾ വരുത്തിയിട്ടില്ല എന്ന് പറയാനാകില്ല. ഇപ്പോൾ വെസ്റ്റ് ബംഗാളിൽ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ പാക്കറ്റുകളിൽ മൈക്രോ ചിപ്പ് വെച്ചു. UP സർക്കാർ CCTVയും ഫ്രിസ്കിങ്ങും കൂട്ടി. ഒപ്പം തന്നെ ഷോർട്ട് സ്ലീവ്സ് കുപ്പായം മാത്രമേ ആൺകുട്ടികൾ ധരിക്കാൻ പാടുള്ളൂ, ഹെയർ പിൻ പോലും പെൺകുട്ടികൾ വയ്ക്കാൻ പാടില്ല തുടങ്ങിയ ഒരുപാട് കർശന നിർദ്ദേശങ്ങൾ വെച്ചു. അങ്ങനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2018 തന്നെ 10 ലക്ഷം പേര് ഡ്രോപ്പ് ഔട്ടായി പോയത്. എന്നിട്ടും പരീക്ഷയുടെ ഉന്നത തലങ്ങളിൽ ഇങ്ങനെയുള്ള അഴിമതി നടക്കുന്നു എന്നുള്ളതാണ് ഗുരുതരമായിട്ടുള്ള ആക്ഷേപം. എങ്ങനെയാണ് ഇങ്ങനെ ഗുരുതരമായ അഴിമതി നടക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ്, പരീക്ഷയുടെ തൊട്ട് ദിവസങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സാം വാരിയേഴ്സ് എന്നൊരു പുസ്തകം എഴുതി പെൻഗ്വിൻ അത് പ്രസിദ്ധീകരിച്ചു. എല്ലാ ഗവൺമെൻറ് സ്ഥാപനങ്ങളും അത് വിറ്റഴിച്ചുകൊണ്ടിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി ഇന്ന് ട്വീറ്റ് ചെയ്തത് എല്ലായിടത്തും ചോർച്ചയാണ്, ഇലക്ഷൻ കമ്മീഷൻ്റെ ഡേറ്റ്, CBSE ചോദ്യപേപ്പർ, ആധാർ വിവരങ്ങൾ, അങ്ങനെ എല്ലാം ചോരുകയാണ്. ഇതെല്ലാം ഈ സിസ്റ്റത്തിൻ്റെ തകരാറാണ്, ഇത് തുടക്കം മാത്രമാണ് എന്നാണ് പറയുന്നത്. നമുക്കിപ്പോൾ ആധാറും അതുപോലെ ഇലക്ഷൻ കമ്മീഷനും ഒന്നും ചർച്ച ചെയ്യേണ്ടതില്ല. പക്ഷെ ഗുരുതരമായ ഒരു വിഷയം എന്ന് പറയുന്നത് കണക്കിൻ്റെ ചോദ്യപേപ്പർ ചോർന്നിട്ടുണ്ട് എങ്കിൽ അതിന് കേന്ദ്ര സർക്കാർ ഉത്തരം പറയണം, അതിന് മാനവ വിഭവശേഷി മന്ത്രാലയം ഉത്തരം പറയണം. എവിടെയാണ് സിസ്റ്റത്തിലെ പിഴവ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഇതുവരെ ആർക്കും കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ തന്നെ CBSE ഓഫീസ് അടച്ചു പോയിരിക്കുകയാണ്. 4 ദിവസത്തേക്ക് ഡൽഹിയിലുള്ള ഒരു മാധ്യമ പ്രതിനിധിക്കും അവിടെ CBSE മേധാവികളിൽ ആരുമായും ബന്ധപ്പെടാൻ കഴിയുന്നില്ല. അപ്പോൾ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ലാപ്സ് അതിനകത്തുണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ അതെങ്ങനെ അത് പൂർണ്ണമായും കണ്ടുപിടിക്കുകയും അതിൽ ഏതെങ്കിലും തരത്തിൽ ഈ പറയുന്ന റോട്ടണായിട്ടുള്ള ഒരു ആപ്പിൾ ഉണ്ടെങ്കിൽ അതിനെ എടുത്ത് പുറത്ത് കളയാനും പ്രതിജ്ഞാബദ്ധമായ സർക്കാർ, അത് ചിലപ്പോൾ ഇതായിരിക്കാം അല്ലെങ്കിൽ വരാനിരിക്കുന്നതായിരിക്കാം, എങ്കിൽ പോലും അങ്ങനെ ഒന്നും ഉണ്ടാകുമോ? ഓഡിയോ മിസ്സാവുന്നു, പറയും, അദ്ദേഹത്തിന് കേൾക്കുന്നില്ല. ഇങ്ങനെ ഒരു സംവിധാനത്തിൻ്റെ ഒരു പരിഷ്കാരം ഉണ്ടാകുമോ? തീർച്ചയായും. കാരണം CBSE ബോർഡിന് കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കറിയാൻ കഴിയുന്നത് ട്രാൻസ്പറൻ്റ് ആയിട്ടുള്ള എക്സാമിനേഷനെ കുറിച്ച് CBSE ഏറ്റവും വ്യക്തമായ ഒരു ട്രാൻസ്പറൻസിയോടുകൂടി വരും കാലങ്ങളിൽ ഈ എക്സാമിനേഷൻ നടത്താനുള്ള എല്ലാ സംവിധാനങ്ങളും CBSEയിൽ ഉണ്ടാകുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. കാരണം ഇതൊരു ഏതാണ്ട് 36 രാഷ്ട്രങ്ങളിലും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഒരുപോലെ നടക്കുന്ന ഒരു വലിയ പ്രോസസ്സിങ്ങിൽ ഒരു മുട്ടുസൂചി പോലത്തെ ഒരു ചെറിയ പ്രോബ്ലമായിട്ട് മാത്രമേ നമുക്കിതിനെ കാണാൻ കഴിയൂ. ശരി, തുടരുക ദയവായി. അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ, BJP നേതാവ്, ടെലിഫോൺ ലൈനിൽ. ശ്രീ ഗോപാലകൃഷ്ണൻ, ഈ ഡേറ്റ ചോർച്ച, ആധാർ ചോർച്ച, സ്റ്റാഫ് സെലക്ഷൻ കമ്മിറ്റി ചോർച്ച, തെരഞ്ഞെടുപ്പ് തീയതി ചോർച്ച, CBSE ചോദ്യപേപ്പർ ചോർച്ച, എല്ലാം ചോർച്ചയാണല്ലോ. ചൗക്കിദാർ ദുർബലനായതുകൊണ്ടാണെന്നാണ് രാഹുൽ ഗാന്ധി ട്വീറ്റ് ചെയ്യുന്നത്. ബസ് ഒറ്റ വർഷം കൂടി എന്നുള്ള ഹാഷ്ടാഗിൽ
ചോർച്ച ഇങ്ങനെ പറഞ്ഞു നടക്കുന്നതും ഒരു സന്തോഷമായി കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ചോരാം. ആ ചോർച്ചയുടെ കാര്യം പറയാം. ഇവിടെ ഇതിനു മുമ്പ് ചോദ്യപേപ്പർ ഒന്നും ചോർന്നിട്ടില്ലേ? സംസ്ഥാന ഗവൺമെന്റിന്റെ എത്ര പേപ്പർ ചോർന്നിട്ടുണ്ട്? അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ, എപ്പോഴാണ് CBSE ചോദ്യപേപ്പർ ചോർന്നത്? പരീക്ഷയുടെ ചോർച്ച SSLC പരീക്ഷയുടെ പേപ്പർ ചോർന്നിട്ടുണ്ടല്ലോ ഇതിനു മുമ്പ്. SSLC പരീക്ഷയല്ല, ഇത് CBSE ആണ് സാർ. SSLC പരീക്ഷ CBSE പരീക്ഷ എല്ലാം ഒന്നാ. പിന്നെ നികേഷിന് അത് CBSE കേന്ദ്രമായതുകൊണ്ട് അതിനകത്ത് കുറെ കുറ്റം കാണാൻ ശ്രമിക്കുന്നുണ്ടാവും. പക്ഷെ പരീക്ഷ SSLC ആയാലും എല്ലാ ദിവസവും ഒരേ ടോണിൽ സംസാരിക്കാൻ നമുക്ക് കഴിയില്ലല്ലോ അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ. നിൽക്കൂ, ഇവിടെ താങ്കൾ പറയുന്നു CBSE പരീക്ഷ മുമ്പ് ചോർന്നിട്ടുണ്ടല്ലോ. ആ തകരാറ് കണ്ടുപിടിക്കണം. അത് രാഹുൽ ഗാന്ധി ഇരുന്നാലും ചോരും. ഇപ്പൊ ചോദ്യപേപ്പറേ ചോർന്നിട്ടുള്ളൂ. രാഹുൽ ഗാന്ധി ഇരുന്നപ്പം ഈ നാട്ടിലെ മുഴുവൻ സ്വത്തും ചോർന്നുപോയി. അതൊന്നും കണ്ടില്ല. ഇതിപ്പോ ചോദ്യപേപ്പർ ചോർന്നു, അത് കൃത്യമായിട്ട് അന്വേഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ആ തീരുമാനം ഇത് അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ, ഇത് വളരെ ഗൗരവമായ വിഷയമല്ലേ? 2 പരീക്ഷാ പേപ്പറുകൾ ചോർന്നിരിക്കുന്നു. പ്രധാനമന്ത്രി തന്നെ അന്വേഷണത്തിന് ഗൗരവമല്ലാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ അതിന്റെ കാരണം അവിടെയാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ എന്ത് പിച്ചും ഭയം വിളിച്ചു പറയാം. നിങ്ങൾ രാഹുൽ ഗാന്ധിയൊക്കെ വിട്. കാര്യമായ കാര്യം ചർച്ച ചെയ്യുമ്പം രാഹുൽ ഗാന്ധിയെ പോലെ എന്താണ് കാടെന്ന് പോലും കൃത്യമായിട്ട് അറിയാത്ത ആളാണ്. ഇതുവരെ അദ്ദേഹം പറഞ്ഞെന്താ? അദ്ദേഹം പറഞ്ഞ ആധാറിന്റെ കാര്യം പറഞ്ഞു, അദ്ദേഹം Modi.comന്റെ കാര്യം പറഞ്ഞു. പക്ഷെ ചെയ്തതാരാ? കോൺഗ്രസുമായിട്ടുള്ള ധാരണ ഉണ്ടാക്കിയ ആൾക്കാരാ. ഈ കള്ളത്തരം പറഞ്ഞ് തെക്കും പറക്കും നരേന്ദ്രമോദിയോട് ഈ അസൂയ പറഞ്ഞു നടക്കുന്ന പെൺകുട്ടികളെ മാതിരി പെണ്ണുങ്ങളെ മാതിരിയുള്ള സമീപനം സ്വീകരിക്കുന്ന ഒരു രാഹുൽ ഗാന്ധിയുടെ ഇതിനൊന്നും ഉത്തരം പറയാൻ പറ്റില്ല. ഈ പറയുന്ന കാര്യങ്ങൾ രാഹുൽ ഗാന്ധി ആരാണ്, എന്താണ് എന്നുള്ളത് ശ്രീ അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ, താങ്കൾക്ക് താങ്കളുടേതായ വെർഷൻ ഉണ്ടാവുമായിരിക്കും. ഇവിടെ ഡാറ്റ ചോർച്ചയുടെ കാര്യത്തിലായാലും, നേരത്തെ പറഞ്ഞ ആധാർ ചോർച്ചയുടെ കാര്യത്തിലായാലും, SSC സ്റ്റാഫിൻ്റെ കാര്യത്തിലായാലും, അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് തീയതിയുടെ കാര്യത്തിലായാലും, CBSE കാര്യത്തിലായാലും എല്ലാം ചോർച്ചയുണ്ട് എന്ന് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുന്നത് ഇത് ഈ സിസ്റ്റം ഓരോ സംവിധാനങ്ങളെ തകരാറിലാക്കുന്ന RSSന്റെയും BJPയുടെയും നയം കൊണ്ടാണ് എന്നാണ്. അതിൻ്റെ തുടക്കം മാത്രമാണ്. ഈ കഴിഞ്ഞ 4 വർഷക്കാലം ഈ സംവിധാനങ്ങളെയെല്ലാം ദുർബലപ്പെടുത്തിയതിലൂടെയാണ് ഇപ്പോൾ CBSEയുടെ ചോർച്ച സംഭവിച്ചിരിക്കുന്നത്. ഈ 4 വർഷം ദുർബലപ്പെടുത്തിയതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ വരാനിരിക്കുന്ന ദിവസങ്ങളിൽ നമ്മൾ കാണാൻ പോകുന്നു എന്നാണ്. അല്ല നികേഷ്, നിങ്ങളൊരു നല്ലൊരു ഇപ്പോ മാധ്യമപ്രവർത്തകനല്ലേ, ഇങ്ങനെ ഒരു വളരെ മീനായിട്ട് തരം താഴ്ന്ന രീതിയിൽ അതാണ് ചോർച്ചയുടെ പിന്നിൽ എന്നൊക്കെ പറഞ്ഞാൽ എന്തൊരു കഷ്ടം ഇത്. നല്ലൊരു മാധ്യമപ്രവർത്തകനല്ലേ? എന്തെങ്കിലും സിസ്റ്റത്തിന്റെ തകരാറാണെങ്കിൽ അത് 48 വർഷത്തിലെ സിസ്റ്റത്തിന്റെ തകരാറാ. അത് 44-48 മാസത്തെ സിസ്റ്റത്തിന്റെ തകരാറല്ല. തകരാറുണ്ടെങ്കിൽ അത് 48 വർഷം ഇന്ത്യ ഭരിച്ച കോൺഗ്രസ് ഉണ്ടാക്കിയ തകരാറാണെന്ന് പറ. അല്ലാണ്ട് കോൺഗ്രസിന്റെ ഭരണകാലത്ത് അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ, കോൺഗ്രസിന്റെ ഭരണകാലത്ത് ഇങ്ങനെ ഒരു CBSE പരീക്ഷയുടെ ചോർച്ച നമ്മൾ കണ്ടിട്ടില്ല. കോൺഗ്രസിന്റെ ഭരണകാലത്ത് ഒരു CBSE പേപ്പർ ചോർച്ച ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് നരേന്ദ്രമോദിയുടെ കാലത്ത് ഉണ്ടായപ്പോൾ അത് ചർച്ചയാകുന്നത്. ചർച്ച ചെയ്യുമ്പോൾ അതിന്റെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതിന്റെ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ തെളിവ് വന്നിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യണം. എന്തോന്നാണ് ഇങ്ങനെ പറയുന്നത്? അയ്യയ്യേ, ചർച്ചയാണിത് ഗോപാലകൃഷ്ണൻ. അത് ഞാൻ ചർച്ചയിൽ തന്നെയാണല്ലോ സംസാരിക്കുന്നത്. നിങ്ങൾ പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ടാണ് ശരിയല്ല എന്ന് പറയുന്നത്. ശരിയല്ല എന്ന് പറയാനുള്ള കടമ എനിക്കുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. CBSEയുടെ 2 പ്രധാനപ്പെട്ട ചോദ്യ പേപ്പറുകൾ ചോരുമ്പോ ഈ നിലയിലാണോ പ്രതികരിക്കേണ്ടത് BJP പോലൊരു പാർട്ടി? പരീക്ഷ ചോർന്നു പറഞ്ഞാൽ ഇതിനു മുമ്പ് ചോർന്നിട്ടില്ലേ പരീക്ഷ? ഒരു കോച്ചിങ് സെന്റർ നടത്തുന്നയാൾക്ക് ഇന്ത്യയിൽ 10-20 ലക്ഷം വിദ്യാർത്ഥികൾ എഴുതുന്ന ഒരു ബോർഡ് എക്സാമിൻ്റെ ചോദ്യ പേപ്പർ ചോർത്താൻ കഴിയുന്നു എന്നുള്ളതൊന്ന്. 2, ഇത് തലേ ദിവസം തന്നെ പരാതിയായി CBSEയുടെ കയ്യിലെത്തുകയാണ്. അവർക്കത് ലഭിച്ചു എന്ന് അവർ പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നുമുണ്ട്. 24 മണിക്കൂർ മുമ്പ് ഈ ചോദ്യ പേപ്പർ ചോർന്നു എന്ന് അറിഞ്ഞിട്ടും ആ പരീക്ഷ നടത്തുകയാണ്. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന കോൺഗ്രസ് അധ്യക്ഷൻ പറയുന്നത് ഇത് സിസ്റ്റത്തിന്റെ കുഴപ്പമാണ് എന്ന്. ഒരു പണിയില്ലാത്ത ഒരാൾക്ക് എന്തും വിളിച്ചു പറഞ്ഞാർന്നൂടെ?
രാഹുൽ ഗാന്ധി പറയുന്നതിന്റെ പിന്നാലെ നടക്കാനൊന്നും നേരമില്ല. ഇനി രാഹുൽ ഗാന്ധിയുടെ പിന്നാലെ നടക്കാൻ ഞാനുണ്ട്. അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ് അദ്ദേഹം. അതുകൊണ്ട് രാഹുൽ ഗാന്ധി പറയുന്നത് താങ്കൾക്ക് ഗണിക്കാൻ കഴിയില്ലെങ്കിലും എനിക്ക് ഗണിക്കേണ്ടി വരും. താങ്കൾ അതുകൊണ്ടാണ് ഞാൻ ചോദ്യം ചോദിക്കുന്നത്. താങ്കൾക്ക് രാഹുൽ ഗാന്ധിയോട് എന്ത് പുച്ഛമാണ്? നിങ്ങൾ പുച്ഛിക്കേണ്ടത് ഈ സംവിധാനത്തെയാണ്. അതുകൊണ്ട് താങ്കളും രാഹുൽ ഗാന്ധി എല്ലാം കൂടെ ഒരുമിച്ച് ഗണിക്കാൻ പോണെന്നുള്ളതും ഞങ്ങൾക്കറിയാം. ഞങ്ങൾക്ക് വിരോധമില്ല. ഈ നരേന്ദ്രമോദിയാണ് എക്സാം വാരിയേഴ്സ് എന്ന് പറഞ്ഞ് ഒരു പുസ്തകം എഴുതി അത് എല്ലാ ഗവൺമെന്റ് സ്ഥാപനങ്ങളിലൂടെയും വിറ്റുകൊണ്ടിരിക്കുന്നത്. ഏത് എക്സാം വാരിയറിനെ കുറിച്ച്, ഏത് എക്സാമിന് മുമ്പാണ് ഈ എക്സാം വാരിയർ എന്ന് പറയുന്ന പുസ്തകം എഴുതിയത്? ഈ സംവിധാനങ്ങളെ ശരിയാക്കാൻ കഴിയാതെ ഒരു പുസ്തകം എഴുതുക, അതിന് പുസ്തകം എഴുതി എല്ലാ സർക്കാർ സ്ഥാപനങ്ങളിലൂടെയും വിൽക്കുക, എന്നിട്ട് 2 പരീക്ഷ റദ്ദ് ചെയ്യുന്ന ഒരു അവസ്ഥ വരുമ്പോൾ രാഹുൽ ഗാന്ധിയെ പോലുള്ളവരെ, അത് ഉയർത്തി കാണിക്കുന്ന രാഹുൽ ഗാന്ധിയെ പോലുള്ളവരെ പുച്ഛിക്കുക, ഇതാണ് BJP. അതായത് തന്നെയാണ് BJP. വായിട്ട് കോറത്ത് പാട്ടെന്ന് പറയുന്നവരോടൊന്നും മറുപടി പറയേണ്ട ഒരു കാര്യവും BJP. ദയവായി ചർച്ചയിൽ തുടരുക താങ്കൾക്ക് സാധിക്കുമെങ്കിൽ. ഇവിടെ ശ്രീ ലാൽകുമാർ, പക്ഷേ ഏത് സിസ്റ്റമാണ് തകരാറിൽ എന്ന് വെറുതെ ഇങ്ങനെ കാടടച്ച് പറഞ്ഞാൽ മതിയോ? പലയിടത്തും പലതരം ലീക്കും ഉണ്ടാകും. ആ ലീക്ക് എവിടെയാണ് എന്ന് കണ്ടെത്തി പരിശോധിക്കുക എന്നതല്ലാതെ സിസ്റ്റം തകരാറിലാക്കി എന്ന് പറയുന്ന, എന്ത് സിസ്റ്റമാണ് തകരാറിലാക്കിയെന്ന് രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾ പറയുന്നത്? ഈ സിസ്റ്റം തകർന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നുണ്ട്? ജനാധിപത്യത്തിൽ എന്താ സംഭവിക്കുന്നു വെച്ചാൽ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ വേറൊരു ഇൻസ്റ്റിറ്റ്യൂഷനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ നോക്കുന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. പലപ്പോഴും അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവിടെ ലീക്കേജ് ഉണ്ടാവും ഉറപ്പായിട്ടും. കാര്യം എന്തിനാ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? എന്തെങ്കിലും കാര്യം നടക്കാനാണ്. ഞാനിപ്പം BJPയുടെ മെമ്പർ പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് നല്ല രസമായിട്ട് തോന്നി. ഒരു കാര്യം ഞാൻ ഓർപ്പിച്ചോട്ടെ. കഴിഞ്ഞ മാസം മൻ കി ബാത്തിൽ നടന്നൊരു കാര്യമുണ്ട്. മോഡി പറഞ്ഞൊരു കാര്യം, എങ്ങനെ പരീക്ഷയെ ഭീതിയില്ലാതെ നേരിടാം. ഇപ്പോഴാണ് മനസ്സിലായത്, നേരത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കൊടുക്കുകയാണെങ്കിൽ ഭീതിയില്ലാതെ പിള്ളേർക്കെല്ലാം നേരിടാമെന്ന് തോന്നുന്നു. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ ഒരു കാര്യം പറയട്ടെ, ഇത് CBSEക്കകത്തും HRD മിനിസ്ട്രിക്കകത്തും ഒക്കെ കൃത്യമായ ആൾക്കാരുണ്ടെങ്കിൽ മാത്രമേ ഇത് നടക്കൂ, അല്ലാതെ നടക്കില്ല. കാര്യം നമ്മൾ ലാൽ ബഹദൂർ ശാസ്ത്രി ഭരിച്ചുകൊണ്ടിരുന്ന ഒരു നാട്ടില് ഇവിടെ താങ്കളുടെ പേര് ലാൽകുമാർ എന്നാണ്. ലാൽകുമാർ കേൾക്കൂ. ഇവിടെ നമുക്കറിയാം ഈ ബോർഡ് എക്സാം ഒരു മാൻഡേറ്ററി ആയിരുന്നില്ല ഇടക്കാലഘട്ടത്തിൽ. അത് മാൻഡേറ്ററി ആക്കുന്നു. മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചിപ്പ് ഘടിപ്പിക്കുന്നു, ചോദ്യപേപ്പർ പാക്കറ്റുകളിൽ, അതുപോലെ ഫുൾ സ്ലീവ് ഇടാൻ പാടില്ല, ഷോർട്ട് സ്ലീവ് മാത്രമേ ഇടാൻ പാടുള്ളൂ എന്ന്, പെൺകുട്ടികൾ ക്ലിപ്പ് പോലും ഇടാൻ പാടില്ല, പ്രത്യേകിച്ച് മതപരമായ തലക്കെട്ട് പോലുള്ള സംവിധാനങ്ങളുണ്ടെങ്കിൽ അതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഒരു പുതിയ സിസ്റ്റത്തിലേക്ക് കടക്കുമ്പോഴാണ് എക്സാം വാരിയേഴ്സ് എന്ന് പറയുന്ന ഒരു പുസ്തകം പ്രധാനമന്ത്രി തന്നെ എഴുതി വിവിധ സർക്കാർ സ്ഥാപനങ്ങൾ വിറ്റഴിക്കുന്നത്. നമ്മുടെ ഇന്ത്യൻ വിദ്യാഭ്യാസ രീതിയിൽ ഈ പറയുന്ന ബോർഡ് എക്സാം വലിയ സമ്മർദ്ദത്തിലാക്കുന്നു കുട്ടികളെ. അങ്ങനെയല്ല പരീക്ഷ എഴുതേണ്ടത് എന്നൊരു വാദമുണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ബോർഡ് എക്സാമിലൂടെ വേറൊരു സംസ്കാരം പരീക്ഷയിൽ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്. പ്രത്യേകിച്ച് ഇത്രയധികം കുട്ടികൾ അങ്ങനെ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു വലിയ ബാക്ക്ഗ്രൗണ്ടുള്ള രാജ്യമൊന്നും അല്ല നമ്മൾ, പ്രത്യേകിച്ച് ഈ ഗ്രാമങ്ങളിലെല്ലാം തന്നെയും. അപ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഈ ബോർഡ് എക്സാം തന്നെ അവിടെ ഗവൺമെൻറ് വളരെ ശക്തമായി മുന്നോട്ട് പോവുകയായിരുന്നു. പ്രത്യേകിച്ച് NDA സർക്കാർ അതിനാവശ്യമായി CBSEയിൽ വലിയ മാറ്റങ്ങൾ വരുത്തുകയും ഒക്കെ ചെയ്തിരുന്നു. ആ മാറ്റത്തിലേക്കുള്ള പാതയിലാണ് ഈ 2 ചോദ്യപേപ്പർ. അവിടെയാണ് രാഹുൽ ഗാന്ധി പറയുന്നത് സിസ്റ്റം ആകെ ക്ഷയിച്ചു പോയിരിക്കുന്നു, അതിൻ്റെ കുഴപ്പമാണ് എന്ന്. അല്ല, എന്ത് സിസ്റ്റമാണ്? എടുക്കാൻ പറ്റില്ല. ഇല്ല, അങ്ങനെ എടുക്കാൻ പറ്റില്ല. കാരണം എന്താ പറയുക, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ഫെബ്രുവരി 17 തൊട്ട് 21 വരെ നടന്ന SSC എക്സാം, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ എക്സാമിന്റെ ചോദ്യപേപ്പർ ചോർന്നു എന്ന് പറഞ്ഞ് ഡൽഹിയിൽ ഒരു പ്രക്ഷോഭം നടന്നു. അത് ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ, അതിന് കരുതലെടുത്തിരുന്നുവെങ്കിൽ ഈ സംഭവങ്ങളൊന്നും ഉണ്ടാകില്ല. അപ്പം കരുതലെടുക്കുന്നു, എല്ലാത്തിനും കൃത്യമായ ആക്ഷൻ എടുക്കുന്നു എന്ന് പറഞ്ഞതിനകത്ത് കാര്യമില്ല. കാര്യം ഈ പരീക്ഷ നടന്നിട്ട് 1 മാസം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. അപ്പം എല്ലാം കൃത്യമായിട്ട് ചെയ്യുന്ന ആൾക്കാർ പോട്ടെ, ഇത് പഴയ കാര്യത്തിൽ നിന്നൊന്ന് പഠിച്ച് മുന്നേറാനെങ്കിലും പറ്റണ്ടേ? ഇതൊന്നുമില്ല. ഇത് അങ്ങനെ ഒരു തിരുത്തൽ വരുത്തിയിട്ടില്ല എന്നുള്ള ശ്രീ ലാൽകുമാറിന്റെ വാദത്തോട് ഞാനും യോജിക്കുന്നു. അവിടെ പ്രൊഫസർ ഫ്രാൻസിസ്, താങ്കൾ കേൾക്കാമെങ്കിൽ നോക്കൂ, പരീക്ഷാ ചോദ്യപേപ്പർ ലീക്കായി എന്ന് ഒരു ദിവസം മുമ്പ്, ഇന്ന് വൈകുന്നേരം 7 മണിക്കാണ് CBSE ചെയർമാന് ഇതിൻ്റെ പരാതി ലഭിക്കുന്നത്. നാളെ രാവിലെ 10:15 മണി വരെ, 10:15 മണിക്കാണ് ചോദ്യപേപ്പർ നൽകുക. 10:30 വരെ വിദ്യാർത്ഥികൾക്ക് ആ ചോദ്യപേപ്പർ വായിക്കാനുള്ള സമയമാണ്. 10:30 മണിക്ക് പരീക്ഷ. നോക്കൂ, 12 മണിക്കൂറിലധികം കിട്ടുന്നു.
വേണമെങ്കിൽ ആ പരീക്ഷ റദ്ദ് ചെയ്യാമായിരുന്നു. നടപടിക്രമങ്ങൾ സാധാരണഗതിയിൽ എന്തൊക്കെയാണോ അതെല്ലാം ചെയ്യാമായിരുന്നു. അതൊന്നും ചെയ്തില്ല എന്ന് വരുമ്പോഴാണ് ഈ സിസ്റ്റത്തിൻ്റെ പിഴവുകളെക്കുറിച്ച് വിമർശനമുയരുക. വീണ്ടും ബോഡി ഇത് കട്ടായി പോകുന്നുണ്ട് കേട്ടോ. ഹലോ, കിട്ടുന്നില്ല അത്. ശരി, ഒരിക്കൽ കൂടി ക്ഷമിക്കാം. എന്നോട് ഖേദിക്കുന്നു. ഞാൻ പരിശോധിച്ചപ്പോൾ ശരിയായി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ വീണ്ടും താങ്കളിലേക്ക് വന്നിട്ടുള്ളത്. ഒരിക്കൽ കൂടി ശ്രമിക്കാം. ഇവിടെ ശ്രീ പ്രൊഫസർ ശശികുമാർ, ഞാൻ ചോദിച്ച ചോദ്യം, ഇത് സിസ്റ്റത്തിൻ്റെ തകരാറ് തന്നെയല്ലേ? കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് മുമ്പായിരുന്നെങ്കിൽ സ്കൂൾ ബേസ്ഡ് പരീക്ഷയുണ്ട്, ബോർഡ് ബേസ്ഡ് പരീക്ഷയുണ്ടായിരുന്നു. അത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് കഴിഞ്ഞ വർഷം മുതലാണ് സ്കൂൾ ബേസ്ഡ് പരീക്ഷ നിർത്തിയിട്ട് ബോർഡ് ബേസ്ഡ് പരീക്ഷ മാത്രമായി വന്നത്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇത്രയും ബൃഹത്തായ ഒരു രാജ്യത്ത് ഇത്രയും കുട്ടികൾ പരീക്ഷ എഴുതുമ്പോൾ ഒറ്റ സോണായിട്ട് പരീക്ഷ നടത്തിയാൽ എവിടെയെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഈ രാജ്യത്തെ മുഴുവൻ ബാധിക്കും. അവിടെയാണ് കുഴപ്പമുണ്ടാകുന്നത്. ഈ പരീക്ഷാ പേപ്പർ ചോർച്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IAS-ൻ്റെ നമുക്കറിയാം പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ സമൂഹത്തിലുള്ള പ്രശ്നങ്ങളാണ്. അതിനെ ദയവ് ചെയ്ത് ഒരു രാഷ്ട്രീയ അജണ്ടയായിട്ട് എടുത്തിട്ട് നമ്മുടെ കോൺഗ്രസ് പാർട്ടിയും BJP-യുമായിട്ടുള്ള ചർച്ചയായിട്ട് ഇതിനെ മാറ്റരുത്. രാഷ്ട്രീയം തന്നെയാണ്. രാഷ്ട്രീയം ഉണ്ടെങ്കിൽ രാഷ്ട്രീയം ചർച്ച ചെയ്യാതിരിക്കേണ്ടതല്ലോ. ഇവിടെ നോക്കൂ, CBSE 4-5 വിദഗ്ധരെ ഏൽപ്പിക്കുന്നു ചോദ്യപേപ്പർ ഉണ്ടാക്കുന്നതിന് വേണ്ടി. അവർ 3 സെറ്റ് ചോദ്യപേപ്പർ തയ്യാറാക്കുന്നു. ഇതൊരു ഹൈ പവർ കമ്മിറ്റിക്ക് നൽകുന്നു. ഈ ഹൈ പവർ കമ്മിറ്റി ഇത് CBSE-യുടെ മാനദണ്ഡ പ്രകാരം തന്നെയാണോ ഈ ചോദ്യങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത് എന്ന് വിലയിരുത്തുന്നു. അതിനുശേഷം ഈ വിദഗ്ധ സംഘമാണ് ഇതിൻ്റെ ചോദ്യപേപ്പറിൻ്റെ യഥാർത്ഥ രൂപത്തിലേക്ക് വരുന്നത്. അതായത് ഈ ഹൈ പവർ കമ്മിറ്റിക്ക് മാത്രമാണ് ഈ ചോദ്യപേപ്പറിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തേണ്ടത് എന്നറിയുക. ആദ്യ CBSE നിശ്ചയിച്ച എക്സ്പേർട്സിന് അതറിയുകയുമില്ല. അവിടെയാണ് ശ്രീ ശശികുമാർ ഒരു കോച്ചിങ് സെൻറ്റർ നയിക്കുന്ന ഒരാൾക്ക് ഈ ചോദ്യപേപ്പർ കിട്ടുന്നത്. ഈ 2 ചോദ്യപേപ്പറാണ് ഇപ്പോൾ ക്യാൻസൽ ചെയ്തിരിക്കുന്നത്. മന്ത്രി പറയുന്നത്, ജാവദേക്കർ പറയുന്നത് 2-3 ചോദ്യപേപ്പറുകൾ ചോർന്നിട്ടുണ്ട് എന്നാണ്. നേരത്തെ ശ്രീ ശശികുമാർ ഡൽഹി ഗവൺമെൻറ്റിന് ഒരു പരാതി ലഭിക്കുന്നു. ഡൽഹി ഗവൺമെൻറ്, അതായത് 23-ാം തീയതിയാണത്. 23-ാം തീയതി ഡൽഹി ഗവൺമെൻറ്റിന് പരാതി ലഭിച്ചത് പ്രകാരം അക്കൗണ്ടൻസി ആണെന്ന് തോന്നുന്നു. അക്കൗണ്ടൻസി ചോദ്യപേപ്പറും ചോർന്നു എന്നതിൻ്റെ മുകളിൽ ഡൽഹി ഗവൺമെൻറ് ഒരു അന്വേഷണം നടത്തി വരികയാണ്. ഇവിടെയാണ് ജന്തർ മന്ദറിലേക്ക് ഓടിക്കൂടുന്ന സമരക്കാരായ വിദ്യാർത്ഥികൾ പറയുന്നത്, ഒരു പരീക്ഷയും കൃത്യമായിട്ടല്ല നടന്നത്, എല്ലാ പരീക്ഷാ പേപ്പറും ചോർന്നിട്ടുണ്ട്. 2 പരീക്ഷ മാത്രം റദ്ദ് ചെയ്താൽ പോരാ, എല്ലാ പരീക്ഷയും ഒരിക്കൽ കൂടി നടത്തണമെന്ന്. ഞാൻ തുടക്കത്തിൽ ചോദിച്ച ചോദ്യം ആവർത്തിക്കുകയാണ്. 10ാം ക്ലാസ് കഴിയുന്ന ബോർഡ് എക്സാം എഴുതുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം 12 കൊല്ലം ധാർമ്മികത, സത്യസന്ധത, ഹാർഡ് വർക്ക്, ഇത് മാത്രമാണ് അവരെ CBSE പഠിപ്പിക്കുന്നത്. പക്ഷേ ഈ CBSE ഒരു പരീക്ഷ നടത്താൻ പോലും യോഗ്യരല്ലാത്ത വിധത്തിൽ അഴിമതി നിറച്ചൊരു സിസ്റ്റമാണ് എന്ന് തിരിച്ച് കുട്ടികളെ പഠിപ്പിക്കുകയാണ്. അവിടെയാണ് ഈ സിസ്റ്റത്തിൻ്റെ ആകെ തകരാറുള്ളത് എന്ന് ഉറപ്പിച്ച് എല്ലാവർക്കും പറയാനാകില്ലേ? ഇവിടെ ഒരു വീഴ്ച ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് ആ സിസ്റ്റത്തിനെ ടോട്ടലായിട്ട് കുറ്റം പറയുന്നതിൽ അർത്ഥമില്ല. കാരണം ഇത്രയും ബൃഹത്തായ ഒരു പരിപാടി നടക്കുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ബീഹാർ പോലുള്ള സംസ്ഥാനം, മധ്യപ്രദേശ് കാണും, ഇത്രയും സംസ്ഥാനങ്ങളുണ്ട്. അങ്ങനെ കേരളം വരെയാണ്. ഇത്രയും സംസ്ഥാനങ്ങളും ഇത്രയും കുട്ടികളും വരുമ്പോഴത്തേക്ക് എവിടെയെങ്കിലും ഒരാടെ ഭാഗത്തു നിന്ന് ഒരു വീഴ്ച ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ സിസ്റ്റത്തിനെ മുഴുവൻ അത് പൊല്യൂട്ട് ചെയ്യുകയാണ്. അതിനെ ഉടനെ തന്നെ നേരത്തെ വക്താവ് പറഞ്ഞ പോലെ കേട്ടാൽ തോന്നും മോഡി പറഞ്ഞിട്ട് കുറേ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കാക്കിയതാണ്. ഇങ്ങനെ പറയുന്നതിന് പകരം മോഡി ലീക്ക് ചെയ്തതല്ല, മോഡി ലീക്ക് ചെയ്തു എന്ന് ആരും പറഞ്ഞിട്ടില്ല. അങ്ങനെ അതിനെ ലഘൂകരിക്കാൻ ശ്രമിക്കരുത് ശ്രീ ശശികുമാർ. ഇവിടെ ഈ ഒരു സംവിധാനത്തിലുള്ള അപാകതകൾ നമ്മൾ പരിഹരിച്ചില്ല എങ്കിൽ ഏതെങ്കിലും ഒരാൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഒരു ചോദ്യപേപ്പർ എടുത്ത് ഒരു കോച്ചിങ് സെന്റർ ഉടമയ്ക്ക് നൽകാനാവുക? അത് ആ സിസ്റ്റത്തിൽ ദീർഘകാലമായി തുടരുന്ന ഒരു അഴിമതി ചരടുണ്ട്. ആ അഴിമതി ചരട് ഇപ്പോ ലീക്ക് ചെയ്തു പോയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് ലീക്കായി പോയതിലൂടെയാണ് ഇപ്പോൾ ഇത് പുറത്തു വന്നിരിക്കുന്നത്. അല്ലായിരുന്നുവെങ്കിൽ ഈ ലീക്ക് ആവശ്യക്കാരിൽ മാത്രം എത്തിക്കുന്നതിനുള്ള ഒരു സംവിധാനം ഉണ്ടായിരുന്നു. അവിടെയാണ് കുട്ടികളെ
ഓട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് യഥാർത്ഥത്തിൽ വരികൾക്കിടയിലൂടെ ഈ നിങ്ങൾ കഠിന പ്രയത്നമൊന്നും നടത്തണ്ട, നിങ്ങൾ ആത്മാർത്ഥമായി പഠിക്കുകയൊന്നും വേണ്ട, ഇതിനെല്ലാം ഒരു ഈസി റൂട്ടുണ്ട് എന്ന്. ആ കുട്ടികളുടെ ധാർമ്മിക രോഷം ആര് കാണും? ശശികുമാർ, കുട്ടികളുടെ ധാർമ്മികദോഷത്തിൽ നമുക്ക് അങ്ങേയറ്റം ദുഃഖമുണ്ട്. കുട്ടികളെ വീണ്ടും പരീക്ഷ എഴുതിക്കുന്ന ദുഃഖമുണ്ട്. അധ്യാപന നിലയിൽ ഒരു കുറേ സ്കൂൾ നടത്തുന്ന വ്യക്തി എന്ന നിലയിലൊക്കെ എനിക്ക് അങ്ങേയറ്റം ദുഃഖമുണ്ട്. ഞാൻ എന്നും സ്കൂളിലുണ്ടായിരുന്നു. പക്ഷേ ഒരു വീഴ്ച ഉണ്ടായി കഴിയുമ്പോഴത്തേക്ക് എവിടെയാണ് വീഴ്ച ഉണ്ടായെന്നുള്ളത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. അതിനു പകരം നമ്മൾ ഉടനെ തന്നെ അതിനെ വേറെ രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. CBSE എന്ന് പറഞ്ഞാൽ വളരെയധികം പ്രാധാന്യമുള്ള ഓൾ ഇന്ത്യ അടിസ്ഥാനത്തിലുള്ള ബോർഡാണ്. അവരാണ് ഓൾ ഇന്ത്യ മെഡിക്കൽ സയൻസിൻ്റെ പരീക്ഷ നടത്തുന്നത്, അതല്ല CBSE നടത്തുന്നത്. അങ്ങനെ ഉത്തരവാദിത്തങ്ങളുള്ള ഒരു ബോർഡാണ്. പിന്നെ ഏത് പോയിന്റിലാണ് ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കായത്? ബാങ്കിൽ നിന്നാണോ, ബാങ്കിൽ നിന്ന് സ്കൂളിലേക്ക് പോകുന്ന വഴിയാണോ, ഈ തെറ്റിയെടുത്തതാണോ? ഇങ്ങനെ പല പല കാര്യങ്ങളുണ്ടാകാം. അത് ഒന്നോ രണ്ടോ ആളുകളുടെ കണയവൻസിലുണ്ടായതായിരിക്കും. അതിന് ഉടനെ തന്നെ ഒരു സർക്കാരിനെയും ആ പോളിസിയെയും അധിക്ഷേപിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. എവിടെയാണ് പ്രശ്നമുണ്ടായെന്നുള്ള ഐഡന്റിഫൈ ചെയ്യുക, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക, അത് പരിഹരിക്കുക എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും കരണീയമായിട്ടുള്ളത്. ഇബ്രാഹിം ഖാൻ CBSEയുടെ ഇവിടുത്തെ നിങ്ങളുടെ സംഘടനയുടെ അധ്യക്ഷനാണ് അല്ലെ? ഇബ്രാഹിം ഖാൻ, പരീക്ഷ 2 റദ്ദ് ചെയ്തിരിക്കുന്നു. ഇനി തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ പുതിയ ഡേറ്റ് പ്രഖ്യാപിക്കുമെന്നാണ് മാനവവിഭവശേഷി മന്ത്രി പ്രകാശ് ജാവ്ദേക്കർ വ്യക്തമാക്കിയിട്ടുള്ളത്. കുട്ടികൾക്ക് വലിയ ബുദ്ധിമുട്ടാണോ ഇന്നത്തെ നിലയിൽ? സ്കൂളുകൾ എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത്? അവിചാരിതമായിട്ടുണ്ടായ ഈ സംഭവത്തിൽ കുട്ടികൾ ബുദ്ധിമുട്ടുന്നു എന്നുള്ളത് 100% ശരിയാണ്. പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ഈ പരീക്ഷ പൂർത്തിയാക്കിയതിനു ശേഷം എക്സിറ്റ് അടിച്ച് വരാൻ വേണ്ടി വിസ നീട്ടിയ ആൾക്കാർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടായിട്ട് സമ്മതിക്കുന്നു. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, CBSEയുടെ ക്രെഡിബിലിറ്റിയെ സംബന്ധിച്ച് ഇന്നേ വരെ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടില്ല. കാരണം അതുകൊണ്ടാണ് നീറ്റ് എക്സാമിനേഷനും അതുപോലുള്ള അഖിലേന്ത്യാ തരത്തിലുള്ള എക്സാമിനേഷൻ മുഴുവനും ഏത് ഗവൺമെന്റ് മാറി മാറി വന്നാലും CBSEയെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് അവരുടെ വിശ്വാസ്യതയിൽ കുഴപ്പമില്ല. പക്ഷേ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന, പ്രത്യേകിച്ച് ഈ ആധുനിക മാധ്യമങ്ങളുടെ അതിപ്രസരം കൊണ്ട് വന്നിട്ടുള്ള ഒരു കാര്യമാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇതുവരെ പലപ്പോഴും എക്സാമിനേഷൻ നടന്നിട്ടുള്ളത് സോണൽ ബേസിലുള്ള ക്വസ്റ്റ്യനുകളാണ് ഓരോ പ്രദേശത്ത്. എന്നാൽ കഴിഞ്ഞ വർഷം മുതൽ കൂടുതൽ സുതാര്യമാക്കുക എന്നുള്ള സതുദ്ദേശത്തോടു കൂടി അഖിലേന്ത്യാ തലത്തിലും അഖിലലോക തലത്തിലും ഒരേ ക്വസ്റ്റ്യൻ തന്നെ ആകട്ടെ എന്ന് വെച്ചു. അപ്പം എവിടെയെങ്കിലും ലോകത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് ഏതെങ്കിലും പരീക്ഷാ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് ഒരു ക്വസ്റ്റ്യൻ ചോർച്ച ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഇപ്പൊ 16,000 വിദ്യാർത്ഥികൾ 10ാം ക്ലാസ്സിലേക്കും 16 ലക്ഷം വിദ്യാർത്ഥികൾ 10ാം ക്ലാസ്സിലേക്കും 11 ലക്ഷം വിദ്യാർത്ഥികൾ 12ാം ക്ലാസ്സിലേക്ക് എഴുതുന്നു. അപ്പൊ എല്ലാവർക്കും ഇതിന്റെ ശിക്ഷ ഉണ്ടാകുന്നതിന് പകരം എന്റെ വിനീതമായ അഭിപ്രായം പഴയതുപോലെ തന്നെ സോണൽ ബേസ്ഡ് ക്വസ്റ്റ്യൻ വെച്ച് നടത്തുന്നതായിരിക്കും കൂടുതൽ ഇതുപോലുള്ള അപകടം ഒഴിവാക്കാൻ നല്ലത് എന്നാണ് എന്റെ വിനീതമായ അഭിപ്രായം. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണത്. പക്ഷേ നീറ്റ് പരീക്ഷ നടത്തിയപ്പോൾ തന്നെ ഇബ്രാഹിം ഖാൻ പ്രാദേശിക ഭാഷകളിലുള്ള നീറ്റ് പരീക്ഷയും പൊതു ഭാഷയിലുള്ള നീറ്റ് പരീക്ഷയും തമ്മിൽ വലിയ അന്തരമുണ്ടാവുകയും അതിൽ പ്രാദേശിക ഭാഷകളിലുള്ളവർക്ക് കടുപ്പമേറിയതായിരുന്നു എന്ന വിമർശനം ഉയർന്നു വരികയും ചെയ്യുന്നു. അതും ഇതും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് അറിയില്ല. ഇങ്ങനെ ഒരു തീരുമാനത്തിൽ എത്താൻ അത് കാരണമായിട്ടുണ്ടോ എന്നറിയില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് സൂപ്പർഫിഷ്യലായിട്ടുള്ള ഒരു ആരോപണമാണ്. കാരണം എപ്പോഴും ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത് പ്രാദേശിക ഭാഷയിലായാലും ഇംഗ്ലീഷിലായാലും അതിൻ്റെതായ ചില മൂല്യങ്ങളും ചില മാധ്യമങ്ങളും ഒക്കെ ഉണ്ട്. അതനുസരിച്ചേ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ. എന്ത് ചെയ്താലും വിമർശിക്കാനുള്ള ഒരവസരം ഉണ്ടാക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്ത് പതിവാണ്. പക്ഷേ നിങ്ങൾ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ഇത് വളരെ ഗൗരവത്തോടുകൂടി അന്വേഷിച്ച് ഏത് ഭാഗത്ത് നിന്ന് സംഭവിച്ചു എന്ന് കണ്ടെത്തി അതിനിടയ്ക്ക് നടപടി എടുക്കേണ്ടത് ആവശ്യമാണ്. പക്ഷേ നിരപരാധികളായ കുട്ടികൾ ശിക്ഷിക്കപ്പെടുന്ന ഒരവസ്ഥയിൽ വന്നിട്ടുണ്ട്. കാരണം
അവരുടെ ജീവിതത്തിൽ 12 വർഷത്തെയും 10 വർഷത്തെയും പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് നടന്ന പരീക്ഷ അവരുടേതല്ലായ കുറ്റം കൊണ്ട് വീണ്ടും നീട്ടിവെക്കുമ്പോൾ അത് വേറൊരു പരീക്ഷയായിരുന്നു എങ്കിൽ ഇത്രയും ഭാരം കുട്ടികൾക്ക് തോന്നില്ലായിരുന്നു. കണക്ക് പരീക്ഷ കടുപ്പമേറിയതാണ്. ഒരു ശരാശരി വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുക കണക്ക് പരീക്ഷയിലാണെന്ന് സ്കൂൾ നടത്തുന്ന നിങ്ങൾക്കൊക്കെ എല്ലാം അറിയാമല്ലോ. CBSEയുടെ 10ാം ക്ലാസ് കണക്ക് പരീക്ഷ എന്ന് പറയുന്നത് ഒരു പേടി സ്വപ്നമാണ് കുട്ടികളെല്ലാം സംബന്ധിച്ചിടത്തോളം. അവരൊരു വലിയ ആശ്വാസത്തിൽ ആ പരീക്ഷ എഴുതി കഴിയുമ്പോൾ എത്തിപ്പെടുകയാണ്. അവിടെ നിന്നാണ് വീണ്ടും ഈ പറയുന്ന പ്രോബ്ലംസും മറ്റു കാര്യങ്ങളും എല്ലാം ഒന്നുകൂടി പഠിക്കണം എന്നുള്ള ഒരു ഇത് വരുന്നത്. മാത്രമല്ല കണക്ക് പരീക്ഷ പൊതുവെ എല്ലാവർക്കും എളുപ്പമായിരുന്നു എന്നാണ് പറയുന്നത്. അതിന് ഈ കടുപ്പമേറിയതാവുമോ എന്നുള്ള ഒരു ആശങ്ക കൂടുതൽ വരികയാണ്. അത് നികേഷ് പറഞ്ഞ കാര്യം സത്യമാണ്. കാരണം എല്ലാവർക്കും ഒരു പേടി സ്വപ്നമാണ് 10ാം ക്ലാസ് പരീക്ഷ. പക്ഷെ ഇത് സംഭവിച്ചത് ഈ പ്രത്യേക കണക്ക് പരീക്ഷ ആയിപ്പോയി എന്നുള്ളത് കൊണ്ടും അല്ലെ എക്കണോമിക്സ് ആയിപ്പോയുള്ളത് കൊണ്ടും അതിന്റെ ഒരു പ്രത്യേകത ഒന്നും കാണുന്നില്ല. പക്ഷെ കൂടുതൽ സുതാര്യവും സ്ട്രിക്റ്റുമാക്കി നടത്തുക എന്നുള്ളത് മാത്രമേ ഇതിന് പരിഹാര മാർഗമുള്ളൂ. CBSE പോലുള്ള അഖില ലോക തലത്തിൽ ഇത്രയധികം ക്രെഡിബിലിറ്റി ആർജിച്ചിട്ടുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ് CBSE. ഗൾഫ് രാജ്യങ്ങളിൽ മറ്റ് രാജ്യങ്ങളിലെ ആൾക്കാർ പോലും CBSE സ്കൂളിൽ ചേരുന്നുണ്ട്. ഒരിക്കൽ ഒബാമ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചിരുന്നു ബാംഗ്ലൂരും ഷാങ്ഹായും കാര്യങ്ങൾ കൊണ്ടുപോകുന്നതിനെ കുറിച്ചും ഇന്ത്യയിലെ വിദ്യാർത്ഥികൾ അമേരിക്കൻ വിദ്യാർത്ഥികളെക്കാൾ കൂടുതൽ അറിവ് സ്കൂൾ തലത്തിൽ തന്നെ ആർജിക്കുന്നതിനെ കുറിച്ചും അതിന്റെ ഉത്തരവാദിത്വം CBSE ആണ് ഏറ്റെടുക്കേണ്ടത് അല്ലെ? CBSEക്കാണ് അത് ക്രെഡിറ്റ്. അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതാണ്. പക്ഷേ നോക്കൂ, ഇങ്ങനെ രണ്ട് പരീക്ഷ ശ്രീ ഇബ്രാഹിം ഖാൻ ഇവിടെ ചോർത്തപ്പെടുമ്പോൾ അവിടെ ഒരു സിസ്റ്റത്തിലൊരു പിഴവുണ്ട് എന്ന കാര്യം വ്യക്തമല്ലേ? ഒരു ട്യൂഷൻ സെൻറ്റർ നടത്തുന്ന ഒരാൾക്ക് ഈ പരീക്ഷ അതിൻ്റെ സംവിധാനങ്ങളെല്ലാം താങ്കൾക്ക് അറിയാവുന്നതല്ലേ? ഞാൻ നേരത്തെ ഇവിടെ പറയുണ്ടായി CBSE 4-5 എക്സ്പേർട്ടുകളാണ് ആദ്യത്തെ 3 സെറ്റ് പരീക്ഷാ പേപ്പർ ഉണ്ടാക്കുന്നത്. അതൊരു ഹൈ പവർ കമ്മിറ്റി കൊടുക്കുന്നു. ഹൈ പവർ കമ്മിറ്റി മാനദണ്ഡ പ്രകാരമാണോ എന്ന് നോക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഈ ഹൈ പവർ കമ്മിറ്റി മറ്റൊരു ചോദ്യപേപ്പർ തയ്യാറാക്കി ഇതിൽ നിന്ന് തന്നെ ചോദ്യങ്ങളെടുത്ത് മറ്റൊരു ചോദ്യപേപ്പർ തയ്യാറാക്കി. അപ്പോൾ വളരെ കുറച്ച് വിരലിൽ എണ്ണാവുന്നവർ മാത്രം അറിയുന്ന ഈ കാര്യം എങ്ങനെയാണ് ഒരു ട്യൂഷൻ മാഷ്ക്ക് മനസ്സിലാവുന്നത്? അത് അത് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് രംഗങ്ങളിലൊക്കെ തെറ്റുണ്ടാകുന്നത് പോലെ ഈ രംഗത്തും തെറ്റിന്റെ അംശമുള്ള ആൾക്കാരുണ്ടെങ്കിൽ അത് സംഭവിക്കുന്നു. അല്ല, തെറ്റിന്റെ അംശമുള്ള ആളുകൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് എനിക്ക് ഇവിടെ തെറ്റിന്റെ അംശമുള്ള ആളുകൾ കൊണ്ട് തന്നെയാണ് ഇതിൽ. അതായത് യന്ത്രത്തിൽ നിന്ന് വേറൊരു യന്ത്രം കൈകാര്യം ചെയ്യുന്ന അല്ലല്ലോ, ആള് തന്നെയാണ് വേറൊരാൾക്ക് ഈ പറയുന്ന സാധനം എടുത്തു കൊടുക്കുന്നത്. പക്ഷേ ഇപ്പോൾ സമരരംഗത്തുള്ള വിദ്യാർത്ഥികൾ പറയുന്നത് ഈ 2 പേപ്പർ മാത്രമല്ല ചോർന്നു പോയിട്ടുള്ളത് എന്നാണ്. അക്കൗണ്ടൻസി ചോദ്യപേപ്പർ ചോർന്നതായി ഡൽഹി ഗവൺമെന്റിന് നേരത്തെ 23-ാം തീയതി ഒരു പരാതി ലഭിച്ചിരുന്നു. അത് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മന്ത്രി തന്നെ പറഞ്ഞത് ഈ 2 ചോദ്യപേപ്പർ ചോർന്നു എന്നല്ല, 2-3 ചോദ്യപേപ്പർ ചോർന്നിട്ടുണ്ട് എന്നാണ്. ഇവിടെ അങ്ങനെ എല്ലാ ചോദ്യപേപ്പറും യഥാർത്ഥത്തിൽ ചോരുന്നുണ്ട് എന്നും ഈ ചോർച്ചയിൽ തന്നെ ചോർച്ച ഉണ്ടായി പോയത് കൊണ്ടാണ് ഇത് പുറത്തു വന്നിരിക്കുന്നത് എന്നുമാണ് ഇപ്പോൾ ഒരു വിഭാഗം ആളുകൾ പറയുന്നത്. അതായത് എല്ലാ കൊല്ലവും ഈ ചോദ്യപേപ്പർ വേണ്ടിടങ്ങളിലെല്ലാം എത്താറുണ്ട് പോലും. പക്ഷേ ഇത്തവണ അത് കൂടുതൽ ആളുകളിലേക്ക് പോയി. വാട്സാപ്പല്ലേ, ഒരാൾ വിട്ടാൽ പിന്നെ അതിങ്ങനെ പരമ്പരയായി വേറെ പോകും എന്നുള്ളത് കൊണ്ട് അതങ്ങനെ പോയി. അതുകൊണ്ടാണ് ഇപ്രാവശ്യം പിടിക്കപ്പെട്ടത്. യഥാർത്ഥത്തിൽ ഈ സംവിധാനങ്ങളൊന്നും കുറ്റമറ്റതായിരുന്നില്ല. ഇതേവരെ അത്തരത്തിലുള്ള ഒരു പൊതുവായിട്ടുള്ള ആരോപണങ്ങളോ സംഭവങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല, ഉണ്ടായിട്ടില്ല. വളരെ അപൂർവമായിട്ട് മാത്രമേ CBSE ചോദ്യപേപ്പർ ചോർന്നതായി വന്നു. ഇത് ആദ്യമായി, അപൂർവമായിട്ടല്ല ശ്രീ ഇബ്രാഹിം ഖാൻ, ഇത് ആദ്യമായിട്ടാണ് CBSE രാജ്യമാകമാനം ചോദ്യപേപ്പറുകൾ റദ്ദ് ചെയ്ത് പരീക്ഷ വീണ്ടും നടത്താൻ തീരുമാനിക്കുന്നത്. അത് താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ സോണൽ എന്ന് പറയുന്ന സംവിധാനം റദ്ദ് ചെയ്ത് എല്ലാവർക്കും ഒരേ ചോദ്യപേപ്പർ എന്ന സംവിധാനത്തിലേക്ക് വന്നതുകൊണ്ട് തന്നെയാണ്. അതെ. അപ്പൊ അതുകൊണ്ട് ഇതിനകത്ത് ഒരു പരിഹാര മാർഗമായിട്ട് എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ഈ സോണൽ സമ്പ്രദായം തിരികെ കൊണ്ടുവരണം എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ. ഇത് ഈ ഒരു കാര്യം നേരിടാൻ മാത്രമായിരിക്കും അത് ഉപകരിക്കുക. കാരണം വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ പരീക്ഷ നടത്തി ഇപ്പോൾ ഒരു പരിഷ്കാരം നടത്തിയിരിക്കുന്നത് ഇന്ത്യയിലാകമാനം ഒരു ചോദ്യ പേപ്പർ എന്നുള്ളതാണ്. അത് നേരത്തെ പറഞ്ഞതുപോലെ നീറ്റ് പരീക്ഷയിൽ ഇത്തരത്തിലുള്ള ആക്ഷേപം ഉണ്ടായിരുന്നു. അങ്ങനെ വിവിധങ്ങളായ ആക്ഷേപങ്ങൾ പരിഹരിച്ചാണല്ലോ മുന്നോട്ട് പോവുക. ഇവിടെ ശ്രീ ഫ്രാൻസിസ്, ഞാൻ പറയുന്നത് ഇപ്പോൾ താങ്കൾക്ക് കേൾക്കാമോ? കേൾക്കാം. ഇപ്പൊ കുട്ടികൾ ജന്തർ മന്ദറിൽ സമരത്തിലാണ്.
എല്ലാ പരീക്ഷയും റദ്ദ് ചെയ്യണം എന്നാണ് ആവശ്യം. അതെന്തായാലും ഉണ്ടാകില്ല. 2 പേപ്പർ ഇപ്പോൾ തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ വീണ്ടും പരീക്ഷ നടത്താൻ തീരുമാനമെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ലീക്ക് എന്ന് പറയുന്നത് മറ്റൊരു മനുഷ്യന് കൊടുക്കുമ്പോഴാണ് ഉണ്ടാകുന്നത്. അതിന് സാമ്പത്തികവും രാഷ്ട്രീയവുമായ കാരണങ്ങൾ ഉണ്ടാവുമായിരിക്കും. ഇതിൻ്റെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു തകരാറ് എന്നുള്ള നിലയിൽ കണ്ടുപിടിക്കാനും അത് പരിഹരിക്കാനും ഇന്നത്തെ നിലയിൽ കഴിയുമോ? ആ നിലയിലുള്ള സംവിധാനം നമുക്കുണ്ടോ? നമുക്ക് പരീക്ഷയിൽ ക്രമക്കേട് ഉണ്ടായ എന്ന് പറഞ്ഞ് അത് ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പം ഭരിക്കുന്ന പാർട്ടി അതിനെ ആ വിമർശനത്തെ അസഹിഷ്ണുതയോടെ കാണേണ്ടതില്ല. മറിച്ച് ഇത്രയും നാളുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ ഇപ്പം അത് മറന്നീക്കി പുറത്തേക്ക് വന്നിരിക്കുകയാണ്. അത് പരിഹരിക്കാനുള്ള നടപടികളാണ് വേണ്ടത്. സത്യത്തിൽ ഇത് ഇൻസ്റ്റിറ്റ്യൂഷണലായിട്ടുള്ള തകരാറ് കൊണ്ട് സംഭവിക്കുന്നതാണ്. നമ്മൾ പരിശോധിക്കപ്പെടേണ്ടത് വിദ്യാഭ്യാസം പോലെ വളരെ പരമപ്രധാനമായ ഒരു വിഷയത്തിൽ ഗവൺമെന്റ് എടുക്കുന്ന നിലപാട് ഈ രീതിയിൽ ആണെങ്കിൽ അത് വലിയൊരു ഒത്തിരി കുട്ടികളുടെ ആളുകളെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. പ്രത്യേകിച്ച് വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യേണ്ടത് ഗവൺമെന്റാണ്. ഗവൺമെന്റ് അത് ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിന് പകരം അത് സ്വകാര്യ മേഖലയ്ക്ക് തുറന്നിട്ട് കൊടുക്കുകയും ആ മേഖലയിൽ പല താല്പര്യങ്ങൾ, ഇപ്പൊ നികേഷ് ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെ ഒരു ട്യൂട്ടോറിയൽ നടത്തുന്ന ഒരാളിന് പോലും ഈ എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്താൻ പറ്റുന്നു എന്ന് പറയുന്ന ആ സിസ്റ്റത്തിന്റെ തകരാറാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പൊ ഇത് അടിമുടി അഴിച്ചു പണിയേണ്ട ഒരു സംവിധാനമാണ്. ഈ സ്വകാര്യവൽക്കരണം, വിദ്യാഭ്യാസ രംഗത്ത് ഗവൺമെന്റിന്റെ പിന്നോക്കം പോക്കൽ, അതായത് ജനങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകേണ്ട ധാർമ്മികമായ സാമ്പത്തികമായ ഉത്തരവാദിത്വത്തിൽ നിന്നും സർക്കാർ പിന്നോക്കം പോകുന്നത് വഴി സ്വകാര്യ ഏജൻസികൾ രംഗത്തേക്ക് കടന്നു വരുന്നത് വഴി സ്വകാര്യ ഏജൻസികൾ കടന്നു വരുന്നത് വിദ്യാഭ്യാസത്തെ മെച്ചപ്പെടുത്താൻ വേണ്ടിയല്ല, അവരവരുടെ സ്വകാര്യ ലാഭം വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പൊ ആ ലാഭം വർദ്ധിപ്പിക്കാൻ വേണ്ടി കേരളത്തിലെ സ്ഥിതിവിശേഷം തന്നെ പരിശോധിക്കുകയാണ് എങ്കിൽ ഇവിടെ കേരളത്തിലെ സ്ഥിതിവിശേഷം തന്നെ പരിശോധിക്കുകയാണ് എങ്കിൽ ഈ CBSE സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെല്ലാം തന്നെയും സമ്പത്തുള്ള, അല്ലെ, നല്ല ധനപരമായ ശേഷിയുള്ള കുട്ടികളാണ്. അങ്ങനെയല്ലേ? അതൊരു ആരോപണം മാത്രമാണ്. ആണോ? തീർച്ചയായും കേരളത്തിൽ ഇന്നെടുത്താൽ ശ്രീ നികേഷ് പറഞ്ഞത് ഏതാണ്ട് ഒരു 15 വർഷത്തിനപ്പുറം ഉള്ള കേരളത്തിലെ CBSE സ്കൂളുകളുടെ ഒരു സാമൂഹ്യ സ്ഥിതിയെക്കുറിച്ചാണ് ശ്രീ നികേഷ് സൂചിപ്പിച്ചത്. ഇപ്പോഴത്തെ ഒരു സ്ഥിതി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ CBSE സ്കൂളുകൾക്ക് ഒരു സ്ഥാനം വരുന്നത് ഫ്രാൻസിസ്, കേരളത്തിൽ CBSE സ്കൂളുകൾക്ക് സ്ഥാനം വരുന്നത് സ്റ്റേറ്റ് സിലബസിൽ പഠിപ്പിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി. ഈ അടുത്ത ദിവസം ബാലേന്ദ്രൻ ചുള്ളിക്കാട് വളരെ വ്യക്തമായിട്ട് അത് പറയണ്ടായി. കേരളത്തിൽ സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഭാഷയും കണക്കും ശാസ്ത്രവും പഠിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് രക്ഷകർത്താക്കൾ സ്റ്റേറ്റ് സിലബസിൽ നിന്ന് ക്രമേണ CBSE സ്കൂളുകളിലേക്ക് കൊണ്ടുവരുന്നത്. അല്ലാതെ CBSE സംവിധാനത്തിന്റെ മെച്ചം കൊണ്ടൊന്നുമല്ല. സ്റ്റേറ്റ് സിലബസിൽ ഒരുപക്ഷെ വലിയൊരു തലമുറ ലോകം മുഴുവൻ മലയാളികൾ പോയി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ സ്റ്റേറ്റ് സിലബസിന്റെ മെച്ചം കൊണ്ടാണ്. ആ സ്റ്റേറ്റ് സിലബസിൽ ഗണിതവും ശാസ്ത്രവും ഭാഷയും ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം കേരളത്തിലെ സ്റ്റേറ്റ് സിലബസിൽ ഉണ്ടായിരുന്നു. അത് അട്ടിമറിക്കപ്പെട്ടു. അത് 90കൾ മുതൽ ഇങ്ങോട്ട് അട്ടിമറിക്കപ്പെട്ടതോടുകൂടിയാണ് സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികളെ അതൊരു പൊതുവായിട്ടുള്ള കാര്യം. ഞാനിപ്പോ പറയുന്നത് 2018 നോക്ക് 2 ചോദ്യപേപ്പർ റദ്ദ് ചെയ്ത് വീണ്ടും പരീക്ഷ നടത്തേണ്ടി വന്നു. 2017 ക്ലാസ് 12ന്റെ ഉത്തരക്കടലാസ് മൂല്യനിർണ്ണയം പ്രശ്നമായിരുന്നു. നമ്മൾ ബീഹാറിൽ കണ്ടു, നമ്മൾ വെസ്റ്റ് ബംഗാളിൽ കണ്ടു, നമ്മൾ ഉത്തർപ്രദേശിൽ കണ്ടു. പരീക്ഷ എന്ന് പറയുന്നത് വളരെ സേഫായി നടത്താൻ കഴിയുന്ന ഒരു കാര്യമല്ലാത്ത ഒരു വിഷയമാണ് ഇന്ത്യയിൽ. അവിടെയാണ് CBSEക്ക് കുറെ കൂടി കരുതലോടുകൂടി ഈ രംഗത്ത് ഇടപെടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. കരുതലോടുകൂടി ഇടപെടേണ്ട വർഷമാണ് 2018. കാരണം നേരത്തെ പറഞ്ഞതുപോലെ മാൻഡേറ്ററി ആയിരിക്കുന്നു ബോർഡ് എക്സാം എന്ന് പറയുന്നത്. അങ്ങനെ മാൻഡേറ്ററി ആക്കിയ വർഷം തന്നെ 2 ചോദ്യപേപ്പർ കയറി ചോർന്നു. മുഴുവൻ ചോദ്യപേപ്പർ ചോർന്നതാണ് എന്ന് ഇതിൽ ആക്ഷേപം ഉന്നയിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അതാ പറയുന്നത്, ഈ ഒരു സംവിധാനത്തിനൊരു കെട്ടുറപ്പില്ല. ഫ്രാൻസിസ്, ഏറ്റവും ആദ്യം എന്താണ് ഈ ചോദ്യപേപ്പർ ചോരാതിരിക്കാനാണ് നോക്കേണ്ടത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ പരീക്ഷാ സെൻറ്ററിൽ കോപ്പി അടി അടക്കമുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കേണ്ടത്. ഇത് ആദ്യം ചെയ്യേണ്ട കാര്യം തന്നെ ഇല്ലാതായി പോയിരിക്കുന്നു. ചോദ്യപേപ്പർ ചോർന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രധാന ഉത്തരവാദിത്വം ഇന്ന് അധികാരത്തിലിരിക്കുന്ന സർക്കാരിന്, വിശിഷ്യ വിദ്യാഭ്യാസ മന്ത്രിക്കാണ്. വിദ്യാഭ്യാസ മന്ത്രി ഈ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെക്കുകയാണ് വേണ്ടത്. യാതൊരു കാരണവശാലും ആ സ്ഥാനത്ത് അദ്ദേഹം തുടരാൻ യോഗ്യനല്ല. കാരണം ഇത്രയധികം കുട്ടികളുടെ ഭാവിയെ ബാധിക്കുന്ന ഒരു വിഷയത്തിൽ
അതേ വളരെ ലഘുവായ രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നത്. കാരണം 15-ാം തീയതി തന്നെ പേപ്പർ ചോർന്നെന്ന് പറഞ്ഞ് റിപ്പോർട്ട് വന്നു. അതിനെ തുടർന്നൊരു പോലീസ് കംപ്ലൈന്റ് ഉണ്ടായി. അതിന്റെ പുറത്ത് യാതൊരു നടപടിയും സ്വീകരിച്ചില്ല. ഇവിടെ നികേഷ് ചൂണ്ടിക്കാണിച്ച പോലെ ഒരു ട്യൂട്ടോറിയൽ നടത്തുന്ന ഒരാളിന് പോലും ഈ ചോദ്യങ്ങൾ ചോർത്തി കൊടുക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായെങ്കിൽ പിന്നെ നമുക്ക് എന്തിനാണ് വിശ്വസിക്കാൻ പറ്റുന്നത്? ഷിലാൽ കുമാർ, ന്യൂദില്ലിയിലെ നേരത്തെ പറഞ്ഞതുപോലെ രജീന്ദർ നഗർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ കോച്ചിങ് സെന്റർ ഉടമ വിക്കി എന്ന് പറയുന്ന ഒരാൾക്ക് പറ്റിയ പണിയാണ്. സാധാരണഗതിയിൽ ഇങ്ങനെ സിനിമയിൽ, ബോളിവുഡ് സിനിമയിൽ കാണുമ്പോൾ ഒരു വിക്കിയാണ് ഇത് ചെയ്യുക നമുക്കറിയാം. അവിടെയാണ് ഒരു SIT, ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരിക്കുന്നത്. ആരെയും രക്ഷപ്പെടാൻ അനുവദിക്കില്ല എന്ന് മാനവവിഭവശേഷി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമന്ത്രി തന്നെ പ്രകാശ് ജാവ്ദേക്കറുടെ ആശങ്ക അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടെ തീർക്കാൻ പാടുണ്ടോ ഈ വിഷയം? ഈ എക്സാം എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ബോർഡ് എക്സാം എന്ന് പറയുന്നത് വളരെ കരുതലോടുകൂടി വിദ്യാർത്ഥികളുടെ ഭാവിയെയും അവരുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും എല്ലാം ബന്ധിതമായിട്ടുള്ളതാണ് എന്നതുകൊണ്ട് തന്നെ ഇതൊരവസരമായി ഉപയോഗിക്കാൻ ഗവൺമെൻറ് തയ്യാറാകേണ്ടതല്ലേ? ഈ പരീക്ഷയിൽ എവിടെയെങ്കിലും പാളിച്ചകളുണ്ടോ എന്ന് പരിശോധിക്കാൻ ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷനാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കമ്മീഷനാണോ ഉണ്ടാകേണ്ടത് എന്ന് സംബന്ധിച്ച് ഒരു പരിശോധന നടത്തി ഇതോടുകൂടി എല്ലാ വിഷയങ്ങളും അവസാനിപ്പിച്ച് കുറ്റമറ്റതാക്കാനുള്ള ബാധ്യത ഈ സർക്കാരിനില്ലേ? അല്ല, ഞാൻ ആദ്യം ഒരു കാര്യം ചോദിച്ചോട്ടെ. ഈ CBSEയുടെ ഇന്നത്തെ ഈ ചോദ്യപേപ്പർ ചോർച്ച വന്നിരിക്കുന്നു, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ ചോർച്ച വന്നിരിക്കുന്നു. നമ്മൾക്ക് നെഞ്ചത്ത് കൈവച്ച് പറയാൻ പറ്റുമോ ഇത് സുതാര്യമായിട്ട് നടക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്ന്? അങ്ങനെ നടക്കുന്നതാണെങ്കിൽ, ഈ സിസ്റ്റം ക്ലിയർ ആണെങ്കിൽ ഇങ്ങനൊരു സംഭവം നടക്കാൻ പറ്റില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. മുമ്പേ സംസാരിച്ച ഒരാൾ പറഞ്ഞു ഇവിടെ CBSE എന്ന് പറയുന്നത് അത്രയും ഇംപെക്കബിൾ ഇന്റഗ്രിറ്റിയുള്ള ഇൻസ്റ്റിറ്റ്യൂഷനാണെന്ന്. ഇന്നലെ വരെ അത് ഉണ്ടായിരുന്നെങ്കിൽ ഇന്നതില്ല എങ്കിൽ നമുക്കില്ല എന്ന് പറയാനുള്ള അവകാശം നമുക്കുണ്ട്. അതുകൊണ്ട് എല്ലാ കാലത്തും ഈ CBSEക്ക് ഈ ഇംപെക്കബിൾ ഇന്റഗ്രിറ്റി ഉണ്ടാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ മാസം നമ്മൾ കണ്ടു ബഹുമാന്യനായ ജസ്റ്റിസ് ചെലമേശ്വർ നമ്മളെ നോക്കി കൈകൂപ്പി രാജ്യത്തെ അഡ്രസ് ചെയ്ത് നമ്മൾ കണ്ടതാണ്. ഇന്നലെ അദ്ദേഹം പറഞ്ഞു എല്ലാ കാര്യങ്ങളും സുപ്രീം കോടതിയുടെ കാര്യത്തിൽ സർക്കാർ ഇടപെടുന്നു എന്ന് പറഞ്ഞു. അപ്പം സുപ്രീം കോടതിയുടെ കാര്യത്തിൽ വരെ ഇടപെടാൻ കഴിയുന്ന ഒരു സർക്കാരുള്ള ഒരു നാട്ടില് CBSE എന്നൊക്കെ പറഞ്ഞാൽ വലിയ കാര്യമാണോ? അത് നമ്മൾ മനസ്സിലാക്കണ്ടേ? അത് നമ്മൾ അങ്ങനെ തന്നെ കാണണം. അല്ല, പക്ഷേ ഷിലാൽകുമാർ, അവിടെ ഗവൺമെന്റ് ഇടപെട്ടിട്ടാണ് ഈ ചോദ്യപേപ്പർ ചോർന്നത് എന്ന് പറയാനാകില്ല. പക്ഷെ സിസ്റ്റം ശരിയാക്കി നിർത്തിയിട്ടില്ല എന്നൊരാക്ഷേപം ഉന്നയിക്കാം. ഞാൻ അങ്ങനെ പറഞ്ഞില്ല. ഞാൻ ഒരു പോയിന്റിലും അങ്ങനെ പറഞ്ഞില്ല. ഇല്ല, ഞാൻ അങ്ങനെ ഒരു പോയിന്റിലും പറഞ്ഞില്ല. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. ഇവിടുത്തെ എല്ലാ സിസ്റ്റമിക് എററുകളും മാറ്റി കറപ്ഷൻ ഇല്ലാതാക്കി എല്ലാ സിസ്റ്റമിനെ നേരെയാക്കുമെന്ന് പറഞ്ഞ ഒരു പ്രധാനമന്ത്രി ഉണ്ടാകുന്ന ഒരു നാട്ടില് ഇതൊന്നും സംഭവിക്കാൻ പാടില്ല. ഗുഡ് ഗവേണൻസിന്റെ ഒരു അംശമെങ്കിലും, ഒരു കൊണിശെങ്കിലും ഇവർ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ ജാവ്ദേക്കറിനോട് പുറത്തുപോയി മാന്യമായി പുറത്തു പോകാൻ പറയല്ലേ വേണ്ടത്. അല്ലാതെ രാഹുൽ ഗാന്ധിയെ അമുൽ ബേബി എന്ന് വിളിച്ച് ഈ കുറ്റങ്ങൾ മൊത്തം അദ്ദേഹത്തിന്റെ പുറത്ത് ചാരിയിട്ടൊക്കെ രക്ഷപ്പെടാൻ പറ്റുമോ? ഇത് ഒരു മാന്യമല്ലാത്ത ഒരു സംസ്കാരമല്ലേ? നിങ്ങൾ ഈ ഗവൺമെന്റിന് തന്നെയല്ലേ അതിന്റെ ഉത്തരവാദിത്വം? ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ ചോർച്ചകളും, ഞാനല്ല, രാഹുൽ ഗാന്ധി പറഞ്ഞ എല്ലാ ചോർച്ചകളും ഉണ്ടാകുന്നത് ദുർബലമായ ഒരു സർക്കാർ ഉണ്ടാകുമ്പോഴാണ്. അതുകൊണ്ടാണ് ചൗക്കീദാർ ദുർബലനാണ് എന്ന് രാഹുൽ ഗാന്ധി വിളിച്ചു പറയുന്നത്. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിക്ക് ബസ് ഒരു വർഷം കൂടി മാത്രം എന്ന് പറയുന്ന ഒരു ഹാഷ്ടാഗിൽ ട്വീറ്റ് ചെയ്യാൻ കഴിയുന്നത്. ഈ സിസ്റ്റം തകരാറിൽ തന്നെയാണ്. ഈ സിസ്റ്റം ദുർബലമാണ്. ഈ ഗവൺമെന്റും ഈ സിസ്റ്റം ക്രിയേറ്റ് ചെയ്തത് മോഡി സർക്കാരല്ല, നമ്മൾ തുടർന്നു വരുന്നൊരു സിസ്റ്റമാണത്. ഉടനെ ഇപ്പം കഴിഞ്ഞ ഈ 3-4 വർഷമായിട്ട് നമ്മൾ ഈ ഗവൺമെൻറ് സൃഷ്ടിച്ചെടുത്ത സിസ്റ്റമല്ല, കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നടന്നു വരുന്നതാണ്. അങ്ങനെ നടന്നു വരുന്ന സിസ്റ്റത്തിൽ ഒരു വീഴ്ചയുണ്ടായി. ആ വീഴ്ച പരിഹരിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ സർക്കാർ ചെയ്യുന്നത്, അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഓൺലൈനായിട്ട് എക്സാമിനേഷൻ സെൻറ്ററിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള വർക്ക് നടക്കുകയാണ്. ഇന്ന് മുതൽ വർക്ക് തുടങ്ങിയത്. 2-3 ദിവസം കൊണ്ട് എല്ലാ സെൻറ്റേഴ്സുകളിലും ക്വസ്റ്റ്യൻ പേപ്പർ 1 മണിക്കൂർ മുമ്പ് കിട്ടുന്ന രീതിയിൽ ഓൺലൈനായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ വേറെ ഇടയ്ക്ക് നിന്ന് ഒന്നും പുറത്തു പോകത്തില്ല. അങ്ങനെ ആ സെൻട്രലിൽ മാത്രം വരുന്ന രീതിയിൽ ക്വസ്റ്റ്യൻ പേപ്പർ അയക്കുന്നതിന് വേണ്ടിയുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നും നാളെ മറ്റന്നാളും 3 ദിവസവും കേരളത്തിലെ ഇന്ത്യയിലെ എല്ലാ CBSE സ്കൂളും ഓപ്പൺ ചെയ്ത് വെക്കണമെന്നും ഈ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് ട്രയൽ ആൻഡ് എറർ മുഖാന്തരം ഫൈനലൈസ് ചെയ്യണമെന്നും, അത് കഴിഞ്ഞതിന് ശേഷം ഇനിയും നമുക്ക് ഹാർഡായിട്ടുള്ള കോപ്പി കൊടുക്കുന്നില്ല, ബാങ്കിൽ കൊടുക്കുന്നില്ല, ഓൺലൈനായിട്ട് അതാത് സെൻറ്ററുകളിൽ ആ കമ്പ്യൂട്ടറിൽ വരുന്നു,
1 മണിക്കൂറിന് മുമ്പ് അതിൻ്റെ പാസ്വേഡ് കൊടുക്കുന്നു, അവിടുന്ന് പ്രിൻ്റ് ഔട്ട് ചെയ്യുന്നു. ഞങ്ങൾ KTU കേരള ടെക്നോളജി യൂണിവേഴ്സിറ്റിയിൽ ഇത് ഇംപ്ലിമെൻ്റ് ചെയ്തതാണ്. അന്നിവിടെ എന്തെല്ലാം കോലാഹലം ഉണ്ടായി. പക്ഷേ അത് വളരെ ഭംഗിയായി ഒരു 4-5 സെമസ്റ്റർ പരീക്ഷകൾ നടത്തി ഒരു പ്രശ്നവും ഉണ്ടായില്ല. എന്ന് പറഞ്ഞതുപോലെ ഒരു പുതിയ മാറ്റത്തിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മുടെ സമൂഹം അതിനെല്ലാം ക്രിറ്റിസൈസ് ചെയ്യും. പുതുതായിട്ട് വരാൻ പോകുന്ന പരിപാടി അത് ശരിയായ രീതിയിൽ എല്ലായിടത്തും അതിനുള്ള എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും ഉണ്ടെന്നുണ്ടെങ്കിൽ ഫുൾ പ്രൂഫ് ആയിരിക്കും. ക്വസ്റ്റ്യൻ പേപ്പർ മെയിൻ സെൻറ്ററിൽ നിന്ന് സെർവറിൽ നിന്ന് എല്ലാ സെൻറ്ററിലും വരുന്നു. 10 മണിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ 9 മണിക്ക് വരുന്നു. 9 മുതൽ 10 വരെ 5-6 പ്രിൻ്റർ ഉപയോഗിച്ച് പ്രിൻ്റ് ഔട്ട് എടുക്കുന്നു, കുട്ടികൾക്ക് കൊടുക്കുന്നു. അതിന് ട്രയൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പ്രതീക്ഷ അത് വിജയിക്കുകയാണെങ്കിൽ ഇനിയും ഇടയ്ക്ക് നിന്നുകൊണ്ട് ആരും ട്യൂട്ടോറിയലുകാരും അല്ലെങ്കിൽ മറ്റാരും ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ചെയ്യത്തില്ല. അത്തരത്തിലുള്ള പരിഷ്കാരങ്ങൾക്ക് സ്കൂളുകൾ തയ്യാറാണോ? CBSEയുടെ ഭാഗത്ത് നിന്ന് വന്നാൽ തീർച്ചയായും കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരള CBSE മാനേജ്മെന്റ് അസോസിയേഷൻ അതിനെ ഹാർദവമായി ഞങ്ങൾ സംവിധാനങ്ങളുള്ള സ്കൂളുകൾ പ്രവർത്തിച്ചാൽ മതി, അല്ലെങ്കിൽ CBSE സിലബസിൽ പ്രവർത്തിച്ചാൽ മതി. CBSE അതായിരിക്കും ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത്. കാരണം CBSEയുടെ വിശ്വസ്തത നിലനിർത്താൻ, അതിൻ്റെ ക്രെഡിബിലിറ്റി നിലനിർത്താൻ ആവശ്യമായ നടപടികളാണ് ഇനി മുന്നോട്ട് വേണ്ടത്. ഈ വിഷയം ഒരു രാഷ്ട്രീയ ചർച്ചകൾക്കപ്പുറം ഒരു CBSEയുടെ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിദ്യാഭ്യാസ ബോർഡിൻ്റെ നിലനിൽപ്പിനായിട്ടുള്ള ഒരു വേദിയായും ചർച്ചയായും തന്നെ മാറ്റണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. വളരെ നന്ദി ഈ വിഷയത്തിൽ സംസാരിച്ചതിന് ഷീഷ് ഹാരിസ്, ഒപ്പം തന്നെ പ്രൊഫസർ ഫ്രാൻസിസ്, ലാൽകുമാർ, ശശികുമാർ, ഒപ്പം തന്നെ ഇബ്രാഹിം ഖാൻ ടെലിഫോണിൽ പങ്കെടുത്തതിന്. അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ നന്ദി. ന്യൂസ് നൈറ്റ് അവസാനിക്കുന്നു. നമസ്കാരം.